السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉത്തമമായ നാമങ്ങളിൽ അസ്മാഉൽ ഹുസ്നയിൽ അടുത്ത നാമങ്ങൾ അൽ അഫുവു, അൽ ഗഫൂറു, അൽ ഗഫാറു, അത്തവ്വാബു. ഈ 4 നാമങ്ങളാണ്. ആശയം കൊണ്ട് ഒരേ അർത്ഥം വരുന്നത് കൊണ്ടാണ് ഒരുമിച്ച് കൊടുത്തിട്ടുള്ളത്. അൽ അഫുവു, അൽ ഗഫൂറു, അൽ ഗഫാർ, അത്തവ്വാബ്. ഈ നാമങ്ങളെല്ലാം ഖുർആനിൽ വന്നിട്ടുള്ള നാമങ്ങളാണ്. സൂറത്തുൽ ഹജ്ജിലെ 60-ാമത്തെ ആയത്തിൽ കാണാം, ഇന്നല്ലാഹ ലഅഫുവുൻ ഗഫൂറുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അഫുവാണ്, ഗഫൂറാണ്. അതുപോലെ സൂറത്തുൻ നിസായിലെ 99-ാമത്തെ ആയത്തിലും കാന അല്ലാഹു അഫുവൻ ഗഫൂറ എന്ന് വന്നിട്ടുണ്ട്. സൂറത്തുൽ അഹ്സാബിലെ 73-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഫത്ഹിലെ 14-ാമത്തെ ആയത്തിലെല്ലാം ഗഫൂർ എന്നുള്ള നാമങ്ങൾ കാണാം. സൂറത്തുൽ ത്വാഹയിലെ 82-ാമത്തെ ആയത്തിൽ വ ഇന്നി ലഗഫാറുൻ ലിമൻ താബ വ ആമന വ അമില സ്വാലിഹൻ സുമ്മ ഇഹ്തദാ വ ഇന്നി ലഗഫാറുൻ എന്ന് സൂറത്തുൽ ത്വാഹയിലെ 82-ാമത്തെ ആയത്തിൽ വന്നിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിലെ 160-ാമത്തെ ആയത്തിൽ വ അന തവ്വാബുർ റഹീം, അത്തവ്വാബ് എന്നുള്ള നാമവും കാണാം. എന്താണ് ഈ നാമങ്ങളെല്ലാം അർത്ഥം? എന്താണ്? ഗഫൂർ, ഗഫാർ എന്നുള്ളത് നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ള അധിക പേർക്കും അറിയാവുന്ന അർത്ഥങ്ങളാണ്. ഗഫൂർ എന്നാൽ പാപം പൊറുക്കുന്നവൻ എന്നെല്ലാം അർത്ഥം. അതിൻ്റെ സീഗത്തു മുബാലഗ, അതായത് അതിൻ്റെ ധാരാളം പാപം പൊറുക്കുന്നവൻ എന്നുള്ള ആശയത്തിലാണ് ഗഫാർ എന്നുള്ള പദമെല്ലാം ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അഫുവും ഗഫൂറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അഫു എന്നാലും നമ്മൾ മലയാളത്തിൽ പാപം പൊറുക്കുന്നവൻ എന്നാണ് പൊതുവെ പറയാറുള്ളത്. എന്താണ് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? അഫുവ് എന്ന് പറഞ്ഞാൽ ഹുവല്ലദീ യംഹുസ് സയ്യിആത്ത്, പാപങ്ങൾ മായ്ച്ചു കളയുന്നവനാണ് അഫുവ് എന്ന് പറയുന്നത്. പാപങ്ങൾ, തെറ്റുകൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്ത് ഒഴിവാക്കി കൊടുത്ത് അതിനെ മായ്ച്ചു കളയുന്നവനാണ് അഫുവ് എന്ന് പറയുന്നത്. ഗഫൂർ എന്നുള്ള അർത്ഥത്തിനോട് തന്നെ സാമ്യതയുള്ളതാണ്. പക്ഷെ ഗഫൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തെ മറച്ചു വെക്കുന്നവൻ, സിത്ർ ചെയ്യുന്നവൻ എന്നാണ് ഗഫൂർ എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇപ്പോൾ ഹെൽമെറ്റിനൊക്കെ അറബിയിൽ മിഗ്ഫർ എന്ന് പറയും, തലയിലിടുന്ന തലയെ സംരക്ഷിക്കാൻ മറച്ചു വെക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഗഫൂർ എന്ന് പറഞ്ഞാൽ പാപം മറച്ചു വെക്കുക എന്നുള്ളതാണ്. എന്നാൽ അഫൂവ് എന്ന് പറയുമ്പോൾ ഗഫൂറിനേക്കാൾ ഒന്നുകൂടി ആഴത്തിലുള്ള ആശയമാണ്, അതിനെ പൂർണ്ണമായി മായ്ച്ചു കളയും എന്നതാണ്. ചില പണ്ഡിതന്മാർ അതിനൊരു ഉദാഹരണം പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മരുഭൂമിയിലൂടെ എല്ലാം മറ്റും ഒരാൾ നടന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ആ മരുഭൂമിയിൽ കാലടിപ്പാടുകൾ ഉണ്ടാകും. പിന്നീട് ഒരു മണൽക്കാറ്റടിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരടയാളവും ബാക്കിയില്ലാതെ പഴയ പോലെ തന്നെ അതാകും. അങ്ങനെ പാപങ്ങളെ മായ്ക്കുന്നവനാണ് അഫുവ് എന്ന് പറയുന്നത്. ഗഫൂർ എന്ന് പറഞ്ഞാൽ പാപം മറച്ചു വെക്കുന്നവൻ എന്നുള്ള അർത്ഥം. ഇനി തവ്വാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആശയത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഒരടിമയ്ക്ക് തൗബ ചെയ്യാനുള്ള തൗഫീഖ് നൽകുന്നവൻ. ഒരാൾ പാപിയായി ജീവിക്കുകയാണ്, പാപം ചെയ്തു പോയി, അവന് തൗബ ചെയ്ത് മടങ്ങാൻ അതിനുള്ള തൗഫീഖ് നൽകുന്നവൻ എന്നുള്ളത് ഒന്നാമത്തെ അർത്ഥം. അത് സൂറത്തു തൗബയിലെ 118-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, സുമ്മ താബ അലൈഹിം ലിയതൂബു. അള്ളാഹു സുബ്ഹാനഹു വ തആല താബ അലൈഹിം, അവരിലേക്ക് അള്ളാഹു തആല തൗബ ചെയ്തു എന്നൊക്കെ അതിൻ്റെ ആശയം പറയേണ്ടി വരിക. ഉദ്ദേശം അവർക്ക് തൗബ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി, അവർ തൗബ ചെയ്ത് മടങ്ങാൻ വേണ്ടി. ഇന്നല്ലാഹു ഹുവത് തവ്വാബുർ റഹീം. ഇനി 2ാമത്തെ അർത്ഥം തവ്വാബ് എന്നുള്ളത്, ഒരാൾ തൗബ ചെയ്താൽ ആ തൗബ സ്വീകരിക്കുന്നവൻ എന്നാണ് തവ്വാബിൻ്റെ 2ാമത്തെ അർത്ഥം. അത് കബൂൽ ചെയ്യുന്നവൻ. സൂറത്ത് ശൂറയിലെ 25-ാമത്തെ ആയത്തിൽ കാണാം, വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി. അല്ലാഹുവാണ് അടിമകളുടെ തൗബ സ്വീകരിക്കുന്നത്.
അപ്പോൾ അഫൂ എന്ന് പറഞ്ഞാൽ പാപം മായ്ച്ചു കളയുന്നവൻ, ഗഫൂർ ഗഫാർ എന്ന് പറഞ്ഞാൽ പാപങ്ങൾ മറച്ചു വെക്കുന്നവൻ, തൗവാബ് എന്ന് പറഞ്ഞാൽ തൗബ ചെയ്യാൻ തൗഫീഖ് നൽകുന്നവൻ, ആ തൗബ സ്വീകരിക്കുന്നവൻ. ഈ ആശയങ്ങളാണ് ഈ നാമങ്ങളുടെ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിൻ്റെ എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള വിശേഷണം അഫൂ എന്ന് പറയുമ്പോൾ അതിൽ അഫൂ എന്നുള്ള വിശേഷണം, അതുപോലെ തന്നെ ഗഫൂർ എന്നുള്ളതിൽ മഗ്ഫിറത്ത് എന്നുള്ള വിശേഷണം, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന കാര്യമാണ് ഈ മഗ്ഫിറത്ത് എന്നുള്ളത്, പാപങ്ങൾ പുറത്തു കൊടുക്കുക എന്നുള്ളത്. കാരണം അതിൻ്റെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി രാവും പകലും, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം രാവും പകലും അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തു തരുന്നവനാണ്. എത്ര വലിയ പാപങ്ങൾ അടിമകളിൽ സംഭവിച്ചാലും അത് പുറത്തു തരാൻ തയ്യാറായിട്ടുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് ഇന്ന അല്ലാഹ കാന അഫൂവൻ ഗഫൂറ, അതുപോലെ വകാന അല്ലാഹു അഫൂവൻ ഗഫൂറ എന്ന് പറയുന്നത്. ഈ കാന എന്നുള്ള അറബി വാക്കിന് 5ഓളം അർത്ഥങ്ങൾ പറയും അറബിയിൽ. സാധാരണ ആയിരുന്നു എന്നുള്ള അർത്ഥമാണ്, എന്നാൽ ഇസ്തിമ്രാർ എന്ന് പറയും. അങ്ങനെ ഒരു കാന ഉണ്ട്, അഥവാ എപ്പോഴും ഒരേപോലെയാണ് എന്നറിയിക്കാൻ കാന എന്നുള്ള പദം ഉപയോഗിക്കും. അപ്പൊ കാന അല്ലാഹു അഫൂവൻ ഗഫൂറ എന്ന് പറഞ്ഞാൽ സാധാരണ അർത്ഥം കാന ആയിരുന്നു എന്നുള്ള അർത്ഥത്തിനെ ഉപയോഗിക്കുക, അതായത് അഫു ആയിരുന്നു എന്നുള്ളത്. പക്ഷെ ഇത് കാന ഇസ്തിമ്രാറാണ്, അഥവാ എപ്പോഴും അള്ളാഹു പാപം പൊറുക്കുന്നവനും അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യുന്നവനുമാണ് എന്നുള്ളത്. ഇനി സഹോദരങ്ങളെ, ഈ നാമങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളേണ്ട വലിയൊരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിൻ്റെ വ്യാപ്തിയാണ്. എത്രത്തോളം പാപികളായിട്ട് മനുഷ്യർ ജീവിച്ചിട്ടും അള്ളാഹുവിനെ ധിക്കരിച്ചിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഫാത്തിറിലെ 45-ാമത്തെ ആയത്തിൽ പറയാണ്, വലൗ യുആഖിദുല്ലാഹു അന്നാസ ബിമാ കസബു, ജനങ്ങൾ ചെയ്തു കൂട്ടിയതിനെങ്ങാനും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പിടികൂടുകയായിരുന്നു എങ്കിൽ മാ തറക അലാ ദഹ്രിഹാ മിൻ ദാബ്ബ, ഈ ഭൂമിയിൽ ഒരു ജീവി പോലും ഉണ്ടാവുകയില്ല, ഒരു ജീവി പോലും ഉണ്ടാവുകയില്ല. വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മ, പക്ഷേ ഒരു നിശ്ചിത സമയത്തേക്ക് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവധി നീട്ടിക്കൊടുത്തിരിക്കുകയാണ്. ഫഇദാ ജാഅ അജലുഹും ഫഇന്നല്ലാഹ കാന ബിഇബാദിഹി ബസീറ, ആ സമയം എത്തിക്കഴിഞ്ഞാൽ അതിനുള്ളിൽ പശ്ചാത്തപിച്ച് മടങ്ങാതെ മഗ്ഫിറത്ത് തേടാതെ അവർ ആ സമയത്ത് മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അള്ളാഹു അവരുടെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണുന്നവനാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ വലിയ ഔദാര്യമാണ് ദുർബലനായിട്ടുള്ള പാപങ്ങൾ സംഭവിക്കുന്ന മനുഷ്യർക്ക് അള്ളാഹു തആല അങ്ങേയറ്റം പുറത്തു കൊടുക്കുമെന്നുള്ളത്. ഇബ്ലീസ് മനുഷ്യനെ പഴപ്പിക്കാൻ വേണ്ടി ഇബ്ലീസ് കച്ചകെട്ടി ഇറങ്ങിയപ്പോൾ ഇബ്ലീസിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായിട്ടുണ്ട്, മനുഷ്യരുടെ റൂഹ് അവരുടെ ശരീരത്തിലുള്ള കാലം അത്രയും ഞാൻ അവരെ പഴപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മറുപടി പറഞ്ഞത് വഇസ്സതി വജലാലി, എൻ്റെ പ്രതാപം തന്നെയാണ്, എൻ്റെ മഹത്വം തന്നെയാണ് സത്യം, അവരെന്നോട് ഇസ്തിഗ്ഫാർ തേടുന്ന കാലത്തോളം ഞാൻ അവർക്ക് പുറത്തു കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇബ്ലീസിനെതിരെ, പിശാചിനെതിരെ, നമ്മെ പാപങ്ങളിൽ വീഴ്ത്തുന്ന, പ്രേരിപ്പിക്കുന്ന, അശ്രദ്ധയിലാക്കുന്ന ഇബ്ലീസിനെതിരെ നമുക്കുള്ള വലിയൊരു സമാധാനം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല പാപം പുറത്തു തരും എന്നുള്ള അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. മറ്റൊരായത്ത് സൂറത്തുൻ നഹ്ലിലെ 61-ാമത്തെ ആയത്തിൽ നോക്കൂ, വലൗ യുആഖിദുല്ലാഹു അന്നാസ ബിദുൽമിഹിം, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ, ജനങ്ങളെ അവർ ചെയ്ത ഉൽമിന്റെ പേരിൽ ശിക്ഷിക്കുകയാണെങ്കിൽ മാ തറക അലൈഹാ മിൻ ദാബ്ബ, ഒരു ജീവിയെയും അള്ളാഹു വിട്ടേക്കുകയില്ല. വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മ, അള്ളാഹു തആല അവർക്കൊരു അവധി നിശ്ചയിച്ചിരിക്കുകയാണ്. ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, ആ സമയം വന്നെത്തിയാൽ അത് മുന്നോട്ടോ പിന്നോട്ടോ ഒന്നും മാറുകയില്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തുള്ളത് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കിവിടെ ജീവിതത്തിൽ എല്ലാ സൗഖ്യവും എല്ലാം നൽകുന്നത്. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ അങ്ങേയറ്റം അപവാദം പറഞ്ഞു വരുത്തുന്ന, അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് പറയുന്ന, അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് നൽകുന്നുണ്ട്? ഭൗതികമായിട്ടുള്ള വിഭവങ്ങൾ അള്ളാഹു നൽകുന്നുണ്ട്. അത് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിൻ്റെ, അഥവാ അള്ളാഹു അഫൂ ചെയ്യുന്നതിൻ്റെ, വിട്ടുവീഴ്ച ചെയ്യുന്നതിൻ്റെ ഒരടയാളമാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലൈസ അഹദുൻ ഔ ലൈസ ഷൈഉൻ, ഒരാളുമില്ല അല്ലെങ്കിൽ ഒരു കാര്യവുമില്ല, അസ്ബറ അലാ അദൻ സമിഅഹു മിനല്ലാഹ്, അള്ളാഹുവിനെ പോലെ തന്നെക്കുറിച്ച് ഒരാക്ഷേപം കേട്ടിട്ട് അതിൽ ക്ഷമിക്കുന്നവനായി വേറൊരാളുമില്ല. ഇന്നഹും ലയദ്ഊന ലഹു വലദ, അവർ അള്ളാഹുവിനൊരു സന്താനമുണ്ട് എന്ന് വാദിക്കുന്നു.
ലയദ്ദഊന ലഹു വലദ, അവർക്ക് വാദിക്കുന്നു. വഇന്നഹു ലയുആഫീഹിം വയർസുഖുഹും, അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് ആഫിയത്ത് നൽകുന്നു, അവർക്ക് വിഭവങ്ങൾ നൽകുന്നു, ഭക്ഷണങ്ങൾ നൽകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ മഗ്ഫിറത്തൊക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യരായ നമ്മുടെ ഇടയിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം പിണക്കങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പുറത്തു കൊടുക്കാനുള്ളൊരു മനസ്സ് നമുക്ക് വേണമെന്നാണ്. ഇപ്പോൾ നോക്കൂ, നമുക്ക് അറിയാം സ്വഹാബികളുടെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായിട്ടുള്ള ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ ആരോപണം പറഞ്ഞുയർത്തുന്ന അവസ്ഥയുണ്ടായി. ആ പറഞ്ഞു പരത്തുന്നതിൽ ഒരാളായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചിലവിൽ താമസിച്ചിരുന്ന മിസ്തഹ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇങ്ങനെ ഈ വ്യക്തി പറഞ്ഞു പരത്തുന്ന കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇനി അവനൊന്നും കൊടുക്കൂല, അവന് ചെലവിന് കൊടുക്കൂല, അവൻ്റെ കാര്യങ്ങൾ നോക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹു തആല ആയത്തിറക്കി, അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് അല്ലാഹു തആല ചോദിക്കുക. അപ്പോൾ അല്ലാഹു അഫൂവാണ്, ഗഫൂറാണ്, ഗഫാറാണെന്നൊക്കെ മനസ്സിലാകുമ്പോൾ നമ്മൾ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർ നമ്മോട് ചെയ്യുന്ന ഉപദ്രവങ്ങൾ പുറത്തു കൊടുക്കാനും എല്ലാം നമ്മൾ തയ്യാറാവണം. അല്ലാഹു ആലോചിച്ച് നോക്കി, അല്ലാഹുവിന് ഒരാളുടെയും ആവശ്യമില്ല, ഒരാളുടെ ഔദാര്യം ആവശ്യമില്ല. എന്നിട്ടും ആ അള്ളാഹുവിനെ കുറിച്ച് അത്രയും വലിയ കള്ള ആരോപണം പറഞ്ഞു വരുത്തിയിട്ട് കൂടി അള്ളാഹ് എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് ഔദാര്യങ്ങൾ ചൊരിയുന്നുണ്ട്. മനുഷ്യരായ നമ്മൾ എങ്ങനെയായിരിക്കണം? ഇനി പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അഫ്വ്, അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുണ്ട്. ഒന്നാമത്തേത് അഫ്വുഹു അൽ ആം, പൊതുവായിട്ടുള്ള അള്ളാഹുവിൻ്റെ വിട്ടുവീഴ്ച. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ തെമ്മാടികളാവട്ടെ, കുഫാറുകളാവട്ടെ, പാപങ്ങൾ ചെയ്യുന്നവരാവട്ടെ, ശിർക്ക് ചെയ്യുന്നവരാവട്ടെ, അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ദുനിയാവിൽ അള്ളാഹു തആല എന്തു കൊടുക്കുന്നു? അള്ളാഹു തആല ഭക്ഷണം നൽകുന്നു, അവർക്ക് ആഫിയത്ത് കൊടുക്കുന്നു, അവരുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് ഉപകാരങ്ങൾ ഉണ്ടാകുന്നു, അവർക്ക് ആ കാര്യങ്ങൾ ലഭിക്കുന്നു. ഇതെല്ലാം അള്ളാഹുവിൻ്റെ പൊതുവായിട്ടുള്ള വിട്ടുവീഴ്ചയിൽപ്പെട്ടതാണ്. രണ്ടാമത്തേത് അഫൂൽ ഖാസ്, പ്രത്യേകമായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല നൽകുന്ന വിട്ടുവീഴ്ച. അതാർക്കുള്ളതാണ്? അള്ളാഹുവിനോട് ധാരാളമായി മഗ്ഫിറത്തിനെ തേടുന്ന, ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുന്ന, തൗബ ചെയ്യുന്ന, അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന, എന്തെങ്കിലും പരീക്ഷണങ്ങളിലും ബുദ്ധിമുട്ടുകളിലും തങ്ങളുടെ പാപങ്ങൾ പുറത്തു കിട്ടുമെന്നുള്ളതിൽ അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുന്ന അങ്ങനെയുള്ള ആളുകൾ, പാപങ്ങളിൽ തുടർച്ചയായി മുഴുകാതെ സംഭവിച്ച പാപങ്ങൾക്ക് എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന യഥാർത്ഥ അടിമകൾക്ക്, മുഅ്മിനീങ്ങൾക്ക്, തായിബീങ്ങൾക്ക് അള്ളാഹു വെച്ചിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള അഫ്വ്. അള്ളാഹു തആലയുടെ വാഗ്ദാനം നോക്കൂ, സൂറത്ത് സുമറിലെ 53-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തിനോട് അക്രമം ചെയ്തിട്ടുള്ള, പാപങ്ങളിൽ മുഴുകിയിട്ടുള്ള എൻ്റെ അടിമകളോട് നബിയെ നീ പറയുക, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എന്ത് വലിയ പാപമാണെങ്കിലും, അത് എത്ര തവണ ചെയ്തതാണെങ്കിലും, എത്ര ആഴത്തിലുള്ളതാണെങ്കിലും എല്ലാ പാപവും അല്ലാഹു തആല പൊറുക്കുന്നതാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ അങ്ങേയറ്റം പാപം പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. ഈ ആയത്തിനെ പറ്റി സ്വഹാബികൾ പറഞ്ഞ വാക്കുകാണ് അർജാ ആയത്തിൻ ഫി കിതാബില്ലാ, അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഏറ്റവും ആശ്വാസം നൽകുന്ന, പ്രതീക്ഷയേകുന്ന ഒരു ആയത്താണിത് എന്ന്. സത്യത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ പാപങ്ങളെ വെച്ച് നോക്കി അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളും വെച്ച് നോക്കുക, നമ്മൾ ചെയ്യുന്ന പാപങ്ങളും നന്ദികേടും നോക്കുക, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ വെച്ച് നോക്കുക. എന്നിട്ട് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് എങ്കിൽ നമുക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ രക്ഷപ്പെടാൻ സാധിക്കില്ല. കാരണം അത്ര നമുക്ക് എന്തൊരു ചെറിയ കാര്യമുണ്ടെങ്കിലും, ഇപ്പോൾ ഒരു പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ണുകൊണ്ടാണെങ്കിലും, കാത് കൊണ്ടാണെങ്കിലും, കൈ കൊണ്ടാണെങ്കിലും, കാല് കൊണ്ടാണെങ്കിലും അത് അള്ളാഹുവിൻ്റെ ഒരു നിഅമത്ത് കൊണ്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരാൾക്ക് അള്ളാഹ് കണ്ണിന് കാഴ്ചശക്തി കൊടുത്തിട്ടില്ല, അങ്ങനെയാണ് അയാൾ ജനിച്ചത്, അയാൾക്ക് കണ്ണിന് കാഴ്ചയില്ല, അയാൾക്ക് ആ കണ്ണുകൊണ്ടുള്ള പാപം ചെയ്യാൻ പറ്റൂല. പക്ഷെ ആ നിഅമത്ത് നമുക്ക് ലഭിച്ചുകൊണ്ടും അതിന് നമ്മൾ അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുകയാണെങ്കിൽ, അള്ളാഹ് നൽകിയ ഒരു കാര്യം കൊണ്ട് അള്ളാഹുവിനെ നന്ദികേട് കാണിക്കുക. അപ്പോൾ ആലോചിച്ച് നോക്കി, അപ്പോൾ ആ മഗ്ഫിറത്തില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലും ഹദീസിലൂടെയും ധാരാളമായി അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പാപമോചനം തേടണം, അള്ളാഹു തആല പാപങ്ങൾ പുറത്തു നൽകുന്നവനാണ് എന്ന് ധാരാളമായി പഠിപ്പിക്കുന്നുണ്ട്. ഈ നാമങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ തൗഹീദിൽ നമുക്ക് ഉറച്ചിക്കാൻ സാധിക്കുക. കാരണം ശിർക്ക് കടന്നു വന്നതിൽ പ്രധാനപ്പെട്ട ഒരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരികയില്ല എന്നുള്ള നിരാശയിലായിക്കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി ഇടനിലക്കാരെ വെച്ചിട്ടാണ്
ശിർക്ക് കടന്നുകൂടിയത് മനുഷ്യരുടെ കൂട്ടത്തിൽ. അപ്പോൾ ഈ നാമങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യബ്ന ആദം, എ മനുഷ്യ, ഇന്നക മാ ദഅൗതനി വറജൗതനി, നീ എന്നിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് എന്നോട് ദുആ ചെയ്യുകയാണ് എങ്കിൽ ഗഫർതു ലക മാ കാന ഫീക വലാ ഉബാലി, നീ എന്ത് ചെയ്താലും അത് ഞാൻ നിനക്ക് പുറത്തു നൽകുന്നതാണ്, എനിക്കത് വിഷയമുള്ള കാര്യമല്ല. യബ്ന ആദം, മനുഷ്യ, ലൗ ബലഗത് ദുനൂബുക അനാന അസ്സമാ, നിന്റെ പാപങ്ങൾ ആകാശത്തോളം നീ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ثم استغفرتني غفرت لك ولا أبالي, പിന്നെ എന്നോട് നീ ഇസ്തിഗ്ഫാർ തോടുകയാണെങ്കിൽ ഞാൻ നിനക്ക് പുറത്തു നൽകുന്നതാണ്, എനിക്കതൊരു വിഷയമുള്ള കാര്യമല്ല. യബ്ന ആദം, എ മനുഷ്യ, ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ, നീ ഭൂമി നിറയെ പാപവുമായിട്ട് എന്നെ പാപവുമായിട്ട് എൻ്റെ അടുത്തേക്ക് വരികയാണ്. ثم لقيتني لا تشرك بي شيئا لأتيتك بقرابها مغفرة, നീ എന്നിൽ ഒന്നും പങ്കു ചേർക്കാതെയാണ് എന്നെ കണ്ടെത്തുന്നത് എങ്കിൽ അത്രത്തോളം മഗ്ഫിറത്തുമായി ഞാൻ നിന്നിലേക്ക് വരുന്നതാണ്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ പറയുന്നുണ്ട്, 3 കാരണങ്ങളാണ് ഇതിൽ പാപങ്ങൾ പുറത്തു കിട്ടാൻ ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് ദുആ ചെയ്യുക എന്നുള്ളത്, അത് പാപം പൊറുക്കാനുള്ള ഒരു കാരണമാണ്. രണ്ടാമത്തേത് ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നുള്ളത്, അത് പാപം പൊറുക്കാനുള്ള കാരണമാണ്. മൂന്നാമത്തേത് തൗഹീദ് ഉണ്ടാവുക എന്നുള്ളത്, പാപം പൊറുക്കണമെങ്കിൽ തൗഹീദ് ഉള്ളവർക്കേ പാപങ്ങൾ പുറത്തു കിട്ടുകയുള്ളൂ, ശിർക്ക് ചെയ്യുന്നവർക്ക് മഗ്ഫിറത്ത് പിന്നെ ഉണ്ടാവുകയില്ല. അതുപോലെ സഹോദരങ്ങളെ, അള്ളാഹുവിനോട് ഇതുപോലെയുള്ള കാരണങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുക, നന്മ ചെയ്യുക എന്നുള്ളത് പാപം പുറത്തു കിട്ടാനുള്ള കാരണമാണ്, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ലഭിക്കാനുള്ള കാരണമാണ്. ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞു, സൂറത്ത് ഹൂദിലെ 114-ാമത്തെ ആയത്തിൽ, ഇന്നൽ ഹസനാത്ത് യുദ്ഹിബ്ന സയ്യിആത്ത്, നന്മകൾ എന്തു ചെയ്യും? പാപങ്ങളെ മായ്ച്ചു കളയും, അത് ഇല്ലാതാക്കി കളയുമെന്ന് കാണാം. അതുപോലെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വത്ബിഇ സയ്യിഅത്തൽ ഹസനത തംഹുഹാ, നീ ഒരു പാപം ചെയ്തു പോയാൽ അതിനെ നന്മ കൊണ്ട് തുടർത്തുക, ആ നന്മ ആ പാപത്തെ മായ്ച്ചു കളയുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പാപങ്ങൾ പൊറുക്കുന്നതിന് ധാരാളമുള്ള കാരണങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. മനുഷ്യന് ബാധിക്കുന്ന മുസീബത്തുകൾ, രോഗം, അവന് ബാധിക്കുന്ന ദുഃഖങ്ങൾ, മാനസികമായിട്ടാവട്ടെ ശാരീരികമായിട്ടാവട്ടെ, അവൻ്റെ പ്രിയപ്പെട്ടവരുടെ മരണം, ഇതെല്ലാം ഇഹ്തിസാബ് ഉണ്ട് എങ്കിൽ, അള്ളാഹുൽ പ്രതിഫലം പ്രതീക്ഷിക്കുകയാണ് എങ്കിൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കാനുള്ള കാരണമായി മാറിത്തീരുന്നതാണ്. ഇനി സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തിൻ്റെ ഈ തൗബ സ്വീകരിക്കുന്നതിൻ്റെ വ്യാപ്തി എന്നുള്ളത് അള്ളാഹുവിന് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് അടിമ പശ്ചാത്തപിച്ച് മടങ്ങുക എന്നുള്ളത്. അള്ളാഹുവിന് ഏറ്റവും സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഒരു അടിമ വഴികേടിലായിക്കൊണ്ടിട്ടുള്ള ഷിർക്കിലും കുഫറിലും ബിദ്അത്തിലും മഅസിയത്തിലുമായിട്ട് ഒരാൾ പോയിരിക്കുകയാണ്. എന്നിട്ട് അയാൾ തിരിച്ചു വന്ന് അള്ളാഹുവിനെ അനുസരിക്കുന്ന ത്വാഅത്തിലേക്ക്, തൗഹീദിലേക്ക്, സുന്നത്തിലേക്ക് എല്ലാം മടങ്ങി വന്നു കഴിഞ്ഞാൽ അള്ളാഹു അതിൽ അതിയായി സന്തോഷിക്കും. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉപമയിലൂടെ അത് പറയുന്നുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലല്ലാഹു അശദ്ദു ഫർഹൻ ബിതൗബതി അബ്ദിഹി, അള്ളാഹുവാണ് ഒരു അടിമയുടെ തൗബയിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നവൻ. ഒരു അടിമ തൗബ ചെയ്ത് മടങ്ങിയാൽ ഏറ്റവും സന്തോഷം ഉണ്ടാകുന്നത് അള്ളാഹുവിനാണ്. ഹീന യതൂബ് ഇലൈഹി, അവൻ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുമ്പോൾ, മിന്നഹദിക്കും, എത്രത്തോളമാണ് ആ സന്തോഷം എന്ന് പറയാം, മിന്നഹദിക്കും കാന അലാ റാഹിലതിഹി ബിഅർളി ഫുലാത്ത്, ഒരാൾ അവൻ വിജനമായ ഒരു പ്രദേശത്ത് അവനവൻ്റെ വാഹനമൃഗത്തിൽ യാത്രയിലാണ്. ഫൻഫലതത് മിൻഹു, പെട്ടെന്ന് അവൻ്റെ ആ വാഹനമൃഗം അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. വഅലൈഹാ തആമുഹു വശറാബുഹു, അവൻ്റെ ഭക്ഷണവും പാനീയങ്ങളും എല്ലാം അവൻ്റെ ആ വാഹനമൃഗത്തിലാണ്. ഒരു മരുഭൂമിയിലൂടെ യാത്ര പോകാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ഒട്ടകമുണ്ട്, അതിൻ്റെ മേലെ അവന് ആ യാത്രക്ക് ആവശ്യമായിട്ടുള്ള അത്രയും സമയത്തേക്കുള്ള വെള്ളവും ഭക്ഷണവും എല്ലാം ഉണ്ട്. അങ്ങനെ പെട്ടെന്ന് ആ വാഹനമൃഗം അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഫഅയ്സ മിൻഹ, അതിനെ ഒരിക്കലും കിട്ടൂല എന്നുള്ള അവസ്ഥയിൽ അത് നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ അവൻ നിൽക്കുകയാണ്. فأتى شجرة فالتجع في ظلها قد أيس من راحلته, അങ്ങനെ അവൻ അവിടെ ഒരു തണൽ കിട്ടിയ ഒരു വൃക്ഷം കണ്ടു. അപ്പോൾ മൃഗം പോയി, വെള്ളം പോയി, ഇനി മുന്നിൽ മരണമല്ലാതെ ഒന്നുമില്ല, എല്ലാം നിരാശ, നഷ്ടം. അങ്ങനെ അവൻ ആ മരത്തിൻ്റെ അടുക്കൽ വന്നിട്ട് അവനൊന്ന് അവൻ്റെ വിശ്രമിക്കാൻ വേണ്ടി അവിടെ കിടന്നു. അങ്ങനെ അങ്ങനെ അവൻ പെട്ടെന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് അതാ
അവൻ നഷ്ടപ്പെട്ടു, ഇനി ഒരിക്കലും തിരിച്ചു ലഭിക്കില്ല എന്നവൻ ഉറപ്പിച്ച അവൻ്റെ വാഹനാമൃഗവും അവൻ്റെ വസ്ത്രവും ഭക്ഷണവും വെള്ളവും എല്ലാമുള്ള ആ വാഹനാമൃഗം അവൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഫഅഖദ ബിഖുതാമിഹാ, അവൻ അതിൻ്റെ മൂക്കയർ പിടിച്ചുകൊണ്ട് ثم قال من شدة الفرح, അങ്ങേയറ്റ സന്തോഷമായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, ആ അവസ്ഥ നമ്മൾ തസവ്വുർ ചെയ്ത് നോക്കി, ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മളാണ് അവസ്ഥയിലുണ്ട് എന്നെങ്കിൽ എത്ര സന്തോഷം ഉണ്ടാവും. ആ അവസ്ഥയിൽ അവൻ സന്തോഷം കൊണ്ട് അവൻ പറഞ്ഞുപോയി, അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക്, അള്ളാഹുവെ നീ എൻ്റെ അടിമയും ഞാൻ നിൻ്റെ റബ്ബുമാണ് എന്നവൻ ആ സന്തോഷത്തിൻ്റെ ആധിക്യത്തിൽ എന്തായി തെറ്റിപ്പറഞ്ഞു പോയി. അഖ്തഅ മിൻ ശിദ്ദത്തിൽ ഫർഹ്, സന്തോഷം ആധിക്യത്തിൽ തെറ്റിപ്പോയി. അപ്പം അത്ര സന്തോഷം, അതിനേക്കാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരടിമ തൗബ ചെയ്ത് മടങ്ങി അള്ളാഹുലേക്ക് വരുമ്പോൾ അള്ളാഹു സന്തോഷിക്കുന്നതാണ്. അപ്പം എന്താണ് ഒരടിമക്ക് തൗബ ചെയ്യാൻ തടസ്സമായിട്ടുള്ള കാര്യം? എന്താണ് അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാൻ തടസ്സമായിട്ടുള്ള കാര്യം? അപ്പോൾ പാപങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ടെങ്കിൽ മുസിറായിട്ടല്ല, പാപങ്ങളിൽ അറിഞ്ഞുകൊണ്ടിങ്ങനെ തുടർന്നു പോകുന്നതല്ല, അവരെ പറ്റിയല്ല അള്ളാഹു പറയുന്നത്. അള്ളാഹുവിനെ സൂക്ഷിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്, എന്നാൽ പാപങ്ങൾ സംഭവിച്ചു പോകുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നാമങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അഫൂവാണ്, പാപങ്ങൾ മായ്ച്ചു കളയുന്നവനാണ്. ഗഫൂറാണ്, ഗഫാറാണ്, തവ്വാബാണ്, പാപങ്ങൾ പുറത്തു നൽകുന്നവനാണ്, പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. ഇനി അത് എപ്പോഴും അങ്ങനെയാണ്. എത്ര പാപം സംഭവിച്ചു പോയാലും അള്ളാഹു തആല അവിടെ ഉണ്ട് പാപം പൊറുക്കാൻ. ലാ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒരാളും പാപം പൊറുക്കാനില്ല. ഒരു ഹദീസ് നോക്കൂ, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അദ്നബ അബ്ദുൻ ദംബൻ, ഒരടിമ പാപം ചെയ്തു. ഫഖാല അല്ലാഹുമ്മ ഇഗ്ഫിർ ലി ദംബി, അങ്ങനെ അടിമ അള്ളാഹുവിനോട് പറയാണ്, അള്ളാഹു എനിക്ക് നീ പുറത്തു നൽകണമേ, ഞാൻ എന്നെ പാപം ചെയ്തു പോയി, എനിക്ക് പുറത്തു നൽകണമേ. ഫഖാല തബാറക വ തആല, അപ്പോൾ അള്ളാഹു തആല പറയാണ്, അദ്നബ അബ്ദി ദംബൻ, എൻ്റെ അടിമ അതാ ഒരു പാപം ചെയ്തു. ഫഅലിമ അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ് വയഖുദു ബിദംബ്, അവനറിയാം അവൻ്റെ പാപങ്ങൾ പൊറുക്കുന്ന ഒരു റബ്ബുണ്ട്, അവൻ്റെ പാപത്തിൻ്റെ മേലെ അവനെ ശിക്ഷിക്കുന്ന ഒരു റബ്ബുണ്ട് എന്ന്. ഇപ്പോൾ ഒരാൾ മഗ്ഫിറത്ത് ആണെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള പേടി വേണം, അള്ളാഹു പുറത്തു തരും എന്നുള്ള പ്രതീക്ഷ വേണം. അപ്പോൾ അങ്ങനെയുള്ളവന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അള്ളാഹുവിനോട് പുറത്തു തരുന്നതിന് തേടുള്ളൂ. അപ്പം അങ്ങനെ അവൻ തേടിയിട്ടുണ്ട്, അവനറിയാം പാപങ്ങൾ പൊറുക്കുന്ന, പാപത്തിന് ശിക്ഷിക്കുന്ന റബ്ബുണ്ട്, അവനറിയാം എന്ന് അള്ളാഹു പറയും. സുമ്മ ആദ ഫഅദ്നബ, പിന്നെ അടിമ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ആ പാപം ചെയ്തു, വീണ്ടും ആ പാപം ചെയ്തു. ഫഖാല, എന്നിട്ട് അവൻ പറഞ്ഞു, ഐ റബ്ബി ഇഗ്ഫിർ ലി ദംബി, വീണ്ടും അവൻ പറഞ്ഞു, റബ്ബേ ഞാൻ വീണ്ടും പാപം ചെയ്തു, എനിക്കത് പുറത്തു നൽകണമേ. ഫഖാല തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അബ്ദി അദ്നബ ദംബൻ ഫഅലിമ അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ് വയഖുദു ബിദ്ദംബ്, അല്ലാഹു പറയും എൻ്റെ അടിമ ദാ വീണ്ടും പാപം ചെയ്തു, അവനറിയാം പാപം പൊറുക്കുന്ന റബ്ബുണ്ട്, അതുപോലെ തന്നെ പാപത്തിന് ശിക്ഷിക്കുന്ന റബ്ബുണ്ട്. തുമ്മ ആദ ഫഅദ്നബ, വീണ്ടും അടിമ കുറച്ച് കഴിഞ്ഞിട്ട് ആ പാപം ചെയ്തു. ഫഖാല ഐ റബ്ബി ഇഗ്ഫിർ ലി ദംബി, വീണ്ടും അവൻ പറഞ്ഞു, റബ്ബേ എൻ്റെ പാപം നീ പുറത്തു തരണം. ഫഖാല തബാറക വ തആല, അല്ലാഹു തആല പറയാണ്, അദ്നബ അബ്ദി ദംബൻ, എൻ്റെ അടിമ പാപം ചെയ്തു. ഫഅലിമ അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ വയഖുദു ബിദ്ദംബ്, അവനറിയാം അവന് പാവം പൊറുക്കുന്ന റബ്ബുണ്ട്, പാപത്തിൻ്റെ മേലെ ശിക്ഷിക്കുന്ന റബ്ബുണ്ട് എന്ന് അവനറിയാം. അല്ലാഹു പറയാണ്, ഇഅ്മൽ മാ ശിഅ്ത ഫഖദ് ഗഫർതു ലക്, നീ എന്താ ചെയ്തു നിനക്ക് ഞാൻ പുറത്തു തന്നിട്ടുണ്ട്. അതായത് ഒരടിമ പശ്ചാത്തപിക്കുന്ന കാലമത്രയും അവൻ ഖൈറിലായിരിക്കും, പശ്ചാത്തപിക്കുന്ന കാലമത്രയും അവന് ഖൈറിലായിരിക്കും. പക്ഷെ പാപങ്ങളിൽ മുഴുകി തുടർന്നു കഴിഞ്ഞാൽ പശ്ചാത്തപിക്കാൻ പിന്നെ അവന് സാധിക്കില്ല. അതാണ് പാപത്തിൻ്റെ ഏറ്റവും വലിയ അപകടം. പാപം കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ അപകടം എന്താണെന്നറിയോ? അതിൽ തുടർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള തൗഫീഖ് ലഭിക്കുകയില്ല, അതിന് സാധിക്കില്ല. ഇപ്പോൾ ചില ആളുകൾ കാണാം, ഒരു പാപം ചെയ്യുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരിക്കും. ഒരു പാപം സംഭവിച്ചു പോയാൽ വേഗം വുദു എടുത്ത് 2 റക്അത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ച് പാപം പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് തേടിയൊക്കെ ചെയ്യും. പിന്നെ വീണ്ടും ആ പാപത്തിൽ മുഴുകി കഴിഞ്ഞാൽ പിന്നെ അവന് സാധിക്കില്ല. അവനെ പാപം സംഭവിച്ചു പോയാൽ പിന്നെ തൗബ ചെയ്യാം, പിന്നെ ഇസ്തിഗ്ഫാർ ചെയ്യാം, അങ്ങനെ വൈകിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആകുമ്പോൾ പിശാചിന് അവൻ്റെ മേലെ എന്താവും? പ്രതീക്ഷ വരാൻ തുടങ്ങും, പിശാചിന് സന്തോഷമായി തുടങ്ങും. ഒരിക്കലും അങ്ങനെ ആകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം പാപം പൊറുക്കുന്നവനാണ് എന്ന് മനസ്സിലാക്കിയ ഒരാൾ ഏത് സമയത്തും ആ പാപത്തെ സൂക്ഷിക്കുകയാണ് ചെയ്യുക. പാപം ചെയ്തിട്ട് അള്ളാഹു പുറത്തു തരും, അതുകൊണ്ട് പാപം ചെയ്യാം എന്നല്ല. കാരണം അങ്ങനെ വിചാരിച്ചാൽ അവന് പാപത്തിന് ഇസ്തിഗ്ഫാർ ചെയ്യാനോ തൗബ ചെയ്യാനോ തൗഫീഖ് കിട്ടൂല. അള്ളാഹുവിനെ ഗഫൂറും ഗഫാറുമായിട്ട് മനസ്സിലാക്കുന്ന ഒരാൾ അള്ളാഹുവിനോടുള്ള ലജ്ജ കാരണത്താൽ, അത്രയും പാപം പൊറുക്കുന്ന റബ്ബ് എനിക്കുണ്ടായിട്ട് ആ പാപം ഞാൻ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ലജ്ജ കാരണത്താൽ
ആ പാപം ഒഴിവാക്കാനാണ് അവൻ ശ്രദ്ധിക്കുക. അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ നാമങ്ങൾ നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. ഇത് ആ പാപം പുറത്ത് കിട്ടണമെങ്കിൽ അതിനനുസൃതമായ കാരണങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. അള്ളാഹു തആല പറഞ്ഞ പോലെ സൂറത്തു ത്വാഹയിൽ 82-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ വഇന്നീ ലഗഫാറുൻ ലിമൻ താബ വആമന വഅമില സ്വാലിഹൻ തുമ്മ ഇഹ്തദാ, ഞാൻ അങ്ങേയറ്റം പാപം പൊറുക്കും ഈമാനുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന നേർമാർഗത്തിലായിട്ടുള്ള ആളുകൾക്ക്, അഥവാ അതിൽ പരിശ്രമിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ഉണ്ടാകും. അപ്പോൾ ഈ നാമങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതും അള്ളാഹുവിനെ അറിയുന്നതിൽ പ്രധാനപ്പെട്ടതുമാണ്. അടുത്ത നാമങ്ങൾ അൽ അലിയു അൽ അലാ അൽ മുതആൽ. അൽ അലിയു അൽ അലാ അൽ മുതആൽ, ഈ മൂന്നിൻ്റെയും ആശയം അള്ളാഹു ഉന്നതനാണ് എന്നുള്ളതാണ്. അലി എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉന്നതനാണ്, അല അത്യുന്നതനാണ്, അൽ മുതആൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ളതിനേക്കാളെല്ലാം ഉന്നതിയിലുള്ളവനാണ് എന്നുള്ള ആശയം. അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ചുള്ള വിശ്വാസത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യത്തെ അറിയിക്കുന്ന നാമങ്ങളാണ് അൽ അലി, അൽ അല, അൽ മുതആൽ എന്നുള്ളത്. ഈ മൂന്നും ഖുർആനിൽ വന്നിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്തിൽ, ആയത്തുൽ കുർസിയിൽ കാണാൻ വഹുവൽ അലിയുൽ അദീം, അള്ളാഹു അത്യുന്നതനാണ്. സൂറത്തുൽ ഹജ്ജിലെ 62-ാമത്തെ ആയത്തിൽ വന്നല്ലാഹ ഹുവൽ അലിയുൽ കബീർ. സൂറത്തുൽ അഅലയിൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല. അതുപോലെ സൂറത്തുൽ ലൈലിലെ 20-ാമത്തെ ആയത്തിൽ ഇല്ലബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅല, അഅല എന്നുള്ള നാമം. ഇനി സൂറത്തുൽ റഅദിലെ 9-ാമത്തെ ആയത്തിൽ ആലിമുൽ ഗൈബി വശഹാദത്തിൽ കബീരിൽ മുതആൽ എന്ന് വന്നിട്ടുണ്ട്. മുതആൽ എന്നുള്ള നാമവും ഖുർആനിൽ വന്നിട്ടുണ്ട്. ഈ നാമങ്ങളെല്ലാം അറിയിക്കുന്നത് അള്ളാഹുവിൻ്റെ ഉലുവാണ്, അള്ളാഹുവിൻ്റെ ഉന്നതിയാണ് ഈ നാമത്തിലെല്ലാം അറിയിക്കുന്ന കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിനുമേൽ ഇസ്തിവാ ചെയ്തവനാണ്, അർശിനുമേൽ ഉയർന്നവനാണ് എന്നുള്ളത് ഖുർആൻ കൊണ്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. സൂറത്ത് ത്വാഹയിലെ 5-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു അർ റഹ്മാനു അലൽ അർശി ഇസ്തവാ, റഹ്മാനായ റബ്ബ് അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിനുമേൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു. സൂറത്തുൽ അറാഫിലെ 54-ാമത്തെ ആയത്തിൽ സുമ്മ ഇസ്തവാ അലൽ അർശ്, അർശിനുമേൽ പിന്നീട് അവൻ ഇസ്തിവാ ചെയ്തു. ഇസ്തിവാ എന്ന് പറഞ്ഞാൽ ഇർതഫഅ അല്ലെങ്കിൽ അല, ഉയർന്നിരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉന്നതിയിലാണ്, മുകളിലാണ്, ഉയർന്നവനാണ് എന്നെല്ലാം അറിയിക്കുന്ന തെളിവുകൾ ഖുർആനിൽ വ്യത്യസ്ത ഇനങ്ങളിലായി 1000-ഓളം തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു തആല ഉന്നതനാണ്, അള്ളാഹു തആല മുകളിലാണ്, അലിയാണ് എന്നറിയിക്കുന്നത്. ആ തെളിവുകളെല്ലാം ചില പ്രത്യേകമായിട്ടുള്ള ഇനങ്ങളായി വേർതിരിക്കുകയാണെങ്കിൽ 10ഓളം ഇനങ്ങളായി നമുക്ക് വേർതിരിക്കാം. അതായത് ഈ ആയിരക്കണക്കിന് തെളിവുകൾ ഈ 10 കാറ്റഗറിയുടെ അടിയിലായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഒന്നാമത്തേത് അൽ അവ്വലു അത്തസ്രീഹു ബിൽ ഫൗഖിയ്യ, അള്ളാഹു ഫൗഖിലാണ്, മുകളിലാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള തെളിവുകൾ കാണാം ഖുർആനിലും ഹദീസിലും. അതിലൊന്നാണ് സൂറത്തുൽ അൻആമിലെ 18-ാമത്തെ ആയത്തിൽ വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദിഹി, അവൻ സർവാധിപനാണ് അടിമകളുടെ മുകളിൽ. അതുപോലെ തന്നെ സൂറത്തുൽ നഹ്ലിലെ 50-ാമത്തെ ആയത്തിൽ മലക്കുകളെ പറ്റി പറയുന്നിടത്ത് യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം, അവരുടെ മുകളിലുള്ള റബ്ബിനെ അവർ ഭയപ്പെടുന്നവരാണ് അവർ. അപ്പോൾ ഫൗഖ് അള്ളാഹു മുകളിലാണ് എന്നറിയിക്കുന്നത് കാണാം. ഹദീസിൽ ഒരു തെളിവ് കാണാം. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ബനൂ ഖുറൈളയുടെ വിഷയത്തിൽ വിധി കൽപ്പിക്കാൻ, ബനൂ ഖുറൈള ജൂതഗോത്രമാണ്, അവർ റസൂലുള്ളാഹിനെ ചതിക്കാൻ ശ്രമിച്ചപ്പോൾ അവരുമായിട്ട് യുദ്ധത്തിന് പോയപ്പോൾ അവർ കോട്ടയിൽ യുദ്ധത്തിനില്ല എന്ന് പറഞ്ഞ് പിടിച്ചപ്പോൾ എന്താണ് അവരുടെ മേലെ നടപ്പിലാക്കേണ്ട ശിക്ഷ എന്നുള്ളതിൽ അവർ തന്നെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു. സഅദ് ഇബ്നു മുആദ് എന്താണോ പറയുന്നത് അത് ഞങ്ങൾ അംഗീകരിച്ചു കൊള്ളാമെന്ന്. അങ്ങനെ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അവരുടെ മേലെ കൽപ്പിച്ച വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിലെ കുറ്റവാളികളായിട്ടുള്ള പുരുഷന്മാരെ വധിച്ചു കളയാനും കുട്ടികളെ സ്ത്രീകളെയും ബന്ധിതരാക്കാനും അവരുടെ സമ്പത്ത് പിടിച്ചു വെക്കാനും എല്ലാം കൽപ്പിച്ചു. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് വിധി കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലഖദ് ഹകംത ഫീഹിം ബിഹുക്മില്ലാഹി അല്ലദീ ഹകമ ബിഹി ഫൗഖ സബ്ഇ സമാവാത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ കൽപ്പിച്ച വിധി എന്നുള്ളത്
അള്ളാഹു സുബ്ഹാനഹു വ തആല 7 ആകാശത്തിന് മുകളിലായിക്കൊണ്ട് വിധിച്ച വിധിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല 7 ആകാശത്തിന് മുകളിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സന്ദർഭത്തിൽ പറഞ്ഞു. രണ്ടാമത്തെ തെളിവുകൾ അത്തസ്രീഹു ബിൽ ഉറൂജ് ഇലൈഹി സുബ്ഹാനഹു, അള്ളാഹുവിലേക്ക് കയറിപ്പോകുന്നുണ്ട് എന്നറിയിക്കുന്ന രീതിയിൽ, മുകളിലേക്ക് കയറിപ്പോകുന്നുണ്ട് എന്ന നിലയ്ക്ക് ഉറൂജിനെ അറിയിക്കുന്ന രീതിയിൽ ആയത്തുകൾ കാണാം. അതിലൊന്നാണ് സൂറത്തു സജ്ദയിലെ 5-ാമത്തെ ആയത്ത്, യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർളി സുമ്മ യഅറുജു ഇലൈഹി. അള്ളാഹു ആകാശത്ത് നിന്ന് കൽപ്പനകൾ ഇറങ്ങുന്നു, അത് അള്ളാഹുലേക്ക് മടങ്ങി കയറിപ്പോകുന്നു എന്നുള്ള അർത്ഥത്തിൽ. അതുപോലെ സൂറത്തുൽ മആരിജിലെ 3-4 ആയത്തുകൾ, മിനല്ലാഹി ദിൽ മആരിജ് തഅറുജുൽ മലായികതു വറൂഹു ഇലൈഹി, മലക്കുകളും റൂഹുകളും അള്ളാഹുലേക്ക് കയറിപ്പോകുന്നു എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ കയറിപ്പോകണമെങ്കിൽ എന്തായിരിക്കണം? മുകളിലായിരിക്കണം. മൂന്നാമത്തെ തെളിവുകൾ അത്തസ്രീഹു ബിസ്സുഊദി ഇലൈഹി, അള്ളാഹുലേക്ക് മുകളിലേക്ക് ഉയരുന്നു എന്നുള്ള അർത്ഥത്തിൽ ആയത്തുകൾ കാണാം, ഹദീസിലും കാണാം. സൂറത്ത് ഫാത്തിറിലെ 10-ാമത്തെ ആയത്തിൽ, ഇലൈഹി യസ്അദുൽ കലിമുത് ത്വയ്യിബ് വൽ അമലു സ്വാലിഹ് യർഫഉഹു, അള്ളാഹുവിലേക്കാണ് ത്വയ്യിബായിട്ടുള്ള വാക്കുകളും നല്ല കർമ്മങ്ങളും ഉയർന്നു പോകുന്നത് എന്ന് ആയത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഉയരണമെങ്കിൽ അള്ളാഹുലേക്കാണ് ഉയരേണ്ടത്. അതുപോലെ തന്നെ ഹദീസിൽ കാണാം, ഒരാൾ ഒരു ചെറിയ ഈത്തപ്പഴമാകട്ടെ അത് സദഖ ചെയ്യുന്നവൻ അള്ളാഹുവിലേക്ക് അത് ഉയരുകയും അള്ളാഹു അതിനെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസുണ്ട്. നാലാമത്തെ രീതിയിലുള്ള തെളിവുകൾ അത്തസ്രീഹു ബിറഫ്ഇ ബഅദിൽ മഖ്ലൂഖാതി ഇലൈഹി, ചില സൃഷ്ടികളെ അള്ളാഹുലേക്ക് ഉയർത്തി എന്നുള്ള ആശയത്തിൽ തെളിവുകൾ കാണാം. ഉദാഹരണം, ഈസാ നബി അലൈഹി സ്വലാമിന്റെ വിഷയത്തിൽ അള്ളാഹു സൂറത്ത് നിസായിലെ 158-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ബൽ റഫഅഹുല്ലാഹു ഇലൈഹി, അള്ളാഹുലേക്ക് ഉയർത്തുകയാണ് ഉണ്ടായത്. അതുപോലെ സൂറത്ത് ആലി ഇമ്രാനിലെ 55-ാമത്തെ ആയത്തിൽ, ഇന്നി മുതവഫീക വറാഫിഉക ഇലയ്യ, നിന്നെ നമ്മിലേക്ക് ഉയർത്തും. അപ്പോൾ ഉയർത്തണമെങ്കിൽ മുകളിലായിരിക്കണം. അഞ്ചാമത്തെ തെളിവുകൾ അത്തസ്രീഹു ബിതൻസീലിൽ കിതാബി മിൻഹു, കിതാബ് അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയതാണ്, അള്ളാഹു ഇറക്കിയതാണ് എന്ന രീതിയിൽ ആയത്തുകൾ കാണാം. ഒരു കാര്യം ഇറക്കണമെങ്കിൽ ഇറക്കുന്ന ആൾ എവിടെ ആയിരിക്കണം? മുകളിലായിരിക്കണം. ഖുർആനിൽ ധാരാളം ആയത്തുകൾ ആ വിഷയത്തിലുണ്ട്. പിന്നെ തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹക്കീം, സൂറത്ത് സുമറിലെ 1-ാമത്തെ ആയത്ത്. സൂറത്ത് സജ്ദയിലെ 2-ാമത്തെ ആയത്ത്, തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിൽ നിന്ന് ഇറക്കിയതാണ് കിതാബ് എന്നുള്ളത്. ആറാമത്തെ തെളിവുകൾ അത്തസ്രീഹു ബിഅന്നഹു തആല ഫിസ് സമാ, അള്ളാഹു ആകാശത്തിന് മുകളിലാണ് എന്ന് വ്യക്തമായി അറിയിക്കുന്ന ആയത്തുകൾ. സൂറത്തുൽ മുൽക്കിലെ അഅമിൻതും മൻ ഫിസ് സമാഇ അയഖ്സിഫ ബികുമുൽ അർള ഫഇദാ ഹിയ തമൂർ, ആകാശത്തിലുള്ളവൻ. അം അമിൻതും മൻ ഫിസ് സമാഇ അയുർസില അലൈക്കും ഹാസിബ, മൻ ഫിസ് സമാ, ആകാശത്തിലുള്ളവൻ. ഈ ഫി എന്നുള്ളത് ഉള്ളിൽ എന്നുള്ള അർത്ഥമാണെങ്കിലും അറബി ഭാഷയിൽ ഹുറൂഫുൽ ജറുകൾ പല വ്യത്യസ്ത അർത്ഥങ്ങൾ ഉപയോഗിക്കും. ഫി എന്നുള്ളത് അല എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുക എന്നുള്ളത് അറബി ഭാഷയിൽ പൊതുവേ ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആകാശത്തുള്ളവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി സഹീഹ് മുസ്ലിമിലെ ഒരു സംഭവം നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും സഹാബയുടെ അടിമ പെണ്ണിനെ അടിക്കുന്നത് കണ്ടു. അപ്പോൾ ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം മാറി, ദേഷ്യം വന്നു. അപ്പോൾ ഈ സഹാബിക്ക് ഭയങ്കര വിഷമായി. ഈ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ അവളെ മോചിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. റസൂൽ, ഞാൻ അടിച്ചുകൊണ്ട് ഞാൻ മോചിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അവളെ വിളിക്ക്, ഞാൻ അവൾ മുഅ്മിനത്താണോ നോക്കട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമപ്പെണ്ണിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഐനല്ലാഹ് എന്ന് ചോദിച്ചു, അള്ളാഹു എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, വിരൽ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു എന്ന് ചില റിവായത്തുകളിൽ ഫിസ്സമാ, ആകാശത്തിലാണ് എന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചു, മൻ അന, ഞാൻ ആരാണ് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അൻത റസൂലുള്ളാഹ്, നിങ്ങൾ അള്ളാഹിന്റെ റസൂലാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅ്തിഖ്ഹാ ഫഇന്നഹാ മുഅ്മിനത്തുൻ, അവളെ ഒഴിവാക്കിയേക്ക്, മോചിപ്പിച്ചേക്ക്, അവൾ മുഅ്മിനത്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഫിസ്സമാ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു. മറ്റൊരു ഹദീസിൽ അറിയപ്പെട്ട ഹദീസാണ്, അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ ഇർഹമു മൻ ഫിൽ അർദ് യർഹംകും മൻ ഫിസ്സമാ, ദുനിയാവിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോട് കാരുണ്യം കാണിക്കും. ഏഴാമത്തെ തെളിവുകൾ അത്തസ്രീഹു യർഫഉൽ ഐദി ഇലൈഹി, കൈകൾ അള്ളാഹുലേക്ക് ഉയർത്തുന്നു എന്നുള്ളത്. കൈകൾ അള്ളാഹുലേക്ക് ഉയർത്തുന്നു എന്നുള്ളത് സൽഫുകളുടെ കാലത്ത് പിന്നെ ഭയങ്കരമായിട്ടുള്ള ചർച്ച ഉണ്ടായിരുന്നു. അള്ളാഹു എവിടെയാണ് എന്നുള്ള ചർച്ച ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇന്നും പഴച്ച ആശ്ചര്യാക്കളും അതുപോലെ ബാക്കിയുള്ള പല വിഭാഗങ്ങളും ഒന്നും അള്ളാഹു അലിയാണ്, അല്ലെങ്കിൽ അള്ളാഹു അലിയാണെന്ന് അംഗീകരിക്കും,
അള്ളാഹുവിൻ്റെ ഉന്നതി അതവർ പറയില്ല. അള്ളാഹു മുകളിലാണെന്ന് പറഞ്ഞത് അള്ളാഹുവിനൊരു സ്ഥാനമുണ്ട് എന്ന് പറയലാണ് എന്നെല്ലാം പറഞ്ഞ് ഇതിനെ ദുർവ്യാഖ്യാനിക്കാറുണ്ട്. അപ്പോൾ സൽഫുകളുടെ കാലത്ത് ഹമവിയ ഇബ്നു തൈമിയ്യയുടെ അഖീദത്തുൽ ഹമവിയ എന്നുള്ള കിതാബിൽ ഒരു സംഭവം കാണാം. വ്യക്തികളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. ഒരു പിഴച്ചവാദി ഇങ്ങനെ അള്ളാഹു മുകളിലല്ല, അള്ളാഹു എവിടെയില്ല, അങ്ങനെ പറയാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മനസ്സ് എങ്ങോട്ടാണ് പോകുന്നത്? നീ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ കൈ ഇനി ഉയർത്തുന്നില്ല എന്ന് വെക്കുക, കൈ ഉയർത്തിയില്ലെങ്കിലും നിന്റെ മനസ്സ് എങ്ങോട്ടാണ് പോകുന്നത്? താഴോട്ടാക്കാണോ? അല്ല. നമുക്കറിയാം ഒരു ഫിത്രത്തിൽ തന്നെ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സ് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഉയരുന്ന് നമ്മൾ കാണും. ഇത് ഹദീസിൽ വന്നിട്ടുണ്ട്, ഈ കൈകൾ ഉയർത്തുന്നത്. എന്താണ് ഹദീസിൽ? ഇന്നല്ലാഹ ഹയ്യുൻ കരീമുൻ യസ്തഹി ഇദാ റഫഅ അർ-റജുലു ഇലൈഹി യദൈഹി അയ്യറുദ്ദഹുമാ സുഫ്രാ ഖായിബതൈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ലജ്ജയാണ് ആരെങ്കിലും അള്ളാഹുലേക്ക് കൈകൾ ഉയർത്തിയിട്ട് അത് വെറുതെ മടക്കി വിടാൻ അള്ളാഹു ലജ്ജയാണ്. അപ്പോൾ കൈകൾ ഉയർത്തുക എന്നുള്ള അർത്ഥത്തിൽ വന്നിട്ടുണ്ട്. എട്ടാമത്തെ രീതിയിലുള്ള തെളിവുകൾ അൽ ഇശാറത്തു ഇലൈഹി ഹിസ്സൻ ഇലൽ ഉലുവി കമാ അശാറ ഇലൈഹി മൻ ഹുവ അഅലമു ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും അറിവുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹു മുകളിലാണെന്ന് കാണിച്ച സന്ദർഭം കാണാം. ഇപ്പോൾ ഹജ്ജത്തുൽ വിദായിലെല്ലാം വഅൻതും തുസ്അലൂന അന്നി ഫമാ അൻതും ഖായിലൂൻ, എന്നെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ എന്താണ് പറയുക എന്ന് ചോദിക്കപ്പെടും, നിങ്ങൾ എന്താണ് പറയുക എന്ന് ചോദിച്ചു. അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, നശ്ഹദു അന്നക ഖദ് ബല്ലഗ്ത വഅദ്ദൈത വനസഹ്ത, ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു, നിങ്ങൾ എത്തിച്ചു തന്നിട്ടുണ്ട്, നിങ്ങളത് പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾ ഉമ്മത്തിനോട് നസീഹത്ത് പുലർത്തിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചൂണ്ടുവിരൽ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹു മഷ്ഹദ്, അല്ലാഹു മഷ്ഹദ്, ഈ ജനങ്ങളെ കാണിച്ചുകൊണ്ട് അള്ളാഹുവെ നീ സാക്ഷി, നീ സാക്ഷി എന്ന് പറഞ്ഞത് കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു മുകളിലാണെന്ന് കാണിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു തെളിവാണ് ഒമ്പതാമത്തേത്, ഇസ്രാ മിഅ്റാജ് യാത്രയിൽ മൂസാ നബി അലൈഹി സ്വലാം നിസ്കാരവുമായി ബന്ധപ്പെട്ട സംസാരത്തിൽ മൂസാ നബി അലൈഹി സ്വലാം വരും, അള്ളാഹുലേക്ക് മേലോട്ട് ഉയർന്നു പോകും, വീണ്ടും വരും, വീണ്ടും ഉയർന്നു പോകും. അത് ആ ഹദീസ് നമുക്കറിയാം. അപ്പോൾ പലതവണ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അള്ളാഹു മുകളിലാണെന്ന് അറിയിക്കുന്നതാണ്. പത്താമത്തെ ഒരു തെളിവാണ് ഫിർഔൻ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനെ പറ്റി പറഞ്ഞ സന്ദർഭത്തിൽ കളിയാക്കിക്കൊണ്ട് ഫിർഔൻ പറഞ്ഞൊരു വാക്ക് കാണാം. വഖാല ഫിർഔൻ യാ ഹാമാൻ ഇബ്നി ലി സർഹൻ ലഅല്ലി അബ്ലുഗുൽ അസ്ബാബ്, നീ എനിക്കൊരു കോണിപ്പടി നീ ഉണ്ടാക്കിത്തായോ, ഞാനൊന്ന് എത്തി നോക്കട്ടെ. അസ്ബാബ് അസ്സമാവാത്ത് ഫഅത്തലിഅ ഇലാ ഇലാഹി മൂസ, മൂസാന്റെ ഇലാഹിലേക്ക് ഞാനൊന്ന് എത്തി നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫിർഔൻ കളിയാക്കുകയുണ്ടായി. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം തൗഹീദ് പറയുമ്പോൾ തന്നെ അള്ളാഹു ഉന്നതിയിലാണ് എന്നുള്ളത് അവിടെ വ്യക്തമാക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഫിർഔൻ കളിയാക്കിക്കൊണ്ട് ഞാനൊന്ന് എത്തി നോക്കട്ടെ, ആകാശത്തേക്കൊരു ഗോവണി നീ ഉണ്ടാക്കിത്തായോ എന്ന് ഫിർഔൻ പറയാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയാറുള്ളത് അള്ളാഹു അലിയാണ്, ഉന്നതിയിലുണ്ട് എന്ന് നിഷേധിക്കുന്ന ആളുകൾ ഫിർഔന്റെ മദ്ഹബിലാണ് എന്ന്. കാരണം അത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും കണ്ടോ 10ഓളം ഇനത്തിലുള്ള തെളിവുകൾ നമ്മൾ പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് ഒരാൾക്ക് അത് നിഷേധിക്കാൻ സാധിക്കുക? അവൻ ബുദ്ധി കൊണ്ട് വ്യാഖ്യാനിച്ചാലല്ലാതെ അത് നിഷേധിക്കാൻ സാധിക്കുകയില്ല. അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങൾ ഏകോപിച്ചിട്ടുള്ള വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫൗഖസ് സമാവാത്ത്, ആകാശത്തിന് മുകളിൽ അർശിന് മേൽ ഇസ്തിവാ ചെയ്തിട്ടുള്ള അലിയ, ഉന്നതിയിലാണ്, മുകളിലാണ്. അബൂ നസ്ർ അസ്സിജ്സി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ഇബാന എന്നുള്ള കിതാബിൽ പറയുന്നുണ്ട്, വ അഇമ്മത്തുനാ, അഹ്ലുസുന്നയുടെ നമ്മുടെ ഇമാമിയങ്ങളായിട്ടുള്ള സുഫിയാൻ സൗരിയെ പോലെ, മാലിക് ഇബ്നു അനസിനെ പോലെ, സുഫിയാൻ ഇബ്നു ഉയൈന, ഹമ്മാദ് ഇബ്നു സലമ, ഹമ്മാദ് ഇബ്നു സെയ്ദ്, അബ്ദുല്ലാഹ് ഇബ്നു മുബാറക്, വഫുളൈൽ ഇബ്നു ഇയാദ്, അഹ്മദ് ഇബ്നു ഹംബൽ, ഇസ്ഹാഖ് ഇബ്നു റാഹവൈ, ഇതൊക്കെ അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങളാണ്. ഇവർക്കൊക്കെ മദ്ഹബ് ഉണ്ടായിരുന്നതാണ്. മുത്തഫഖൂന അലാ അന്ന അല്ലാഹ സുബ്ഹാനഹു ബിദാതിഹി ഫൗഖൽ അർശ്, ഇവരെല്ലാം ഇത്തിഫാഖായിട്ടുള്ള കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ മുകളിലാണ് ദാത്ത് കൊണ്ട്. വ അന്ന ഇൽമഹു ബികുല്ലി മകാൻ, എന്നാൽ അല്ലാഹുവിന്റെ അറിവോ അതെല്ലായിടത്തുമുണ്ട്. അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ മറ്റാരേക്കാളും നമ്മളെ അറിയുന്നവനാണ്, കേൾക്കുന്നവനാണ്, കാണുന്നവനാണ്. പക്ഷെ ദാത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിന് മേൽ ഇസ്തിവാ ചെയ്തവനാണ് എന്നുള്ളത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉന്നതനാണ് എന്നുള്ളത് തന്നെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനുള്ള ഒരു തെളിവായിക്കൊണ്ട് അള്ളാഹു തആല ഖുർആനിൽ ധാരാളം സന്ദർഭങ്ങൾ പറയുന്നുണ്ട്. ശിർക്ക് ചെയ്യുന്ന ആളുകൾ, അവർക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അവർ പ്രാർത്ഥിക്കുന്ന കല്ലോ വൃക്ഷമോ ഖബറോ മനുഷ്യനോ ജാറമോ എന്താവട്ടെ അത് അലിയാണെന്ന് പറയാൻ പറ്റുമോ? അത്യുന്നതാണ്, എല്ലാത്തിനേക്കാൾ ഉന്നതിയിലുള്ളവനാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അത് പറഞ്ഞുകൊണ്ട് അള്ളാഹു തൗഹീദിനെ സ്ഥാപിക്കുന്നത് കാണാം. സൂറത്തുൽ ഹജ്ജിലെ
62-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ് ذَلِكَ بِأَنَّ اللَّهَ هُوَ الْحَقُّ അള്ളാഹുവാണ് ഹക്കായിട്ടുള്ളവൻ وَأَنَّ مَا يَدْعُونَ مِن دُونِهِ هُوَ الْبَاطِلُ അള്ളാഹുവിന് പുറമെ ആര് വിളിച്ചു തേടിയാലും അവരൊക്കെ ബാത്തിലാണ് وَأَنَّ اللَّهَ هُوَ الْعَلِيُّ الْكَبِيرُ അള്ളാഹു തീർച്ചയായിട്ടും ഉന്നതനും ഏറ്റവും വലിയവനുമാണ് എന്ന് അള്ളാഹു തആല തൗഹീദിനെ സ്ഥാപിക്കുന്നിടത്ത് പറയുന്നുണ്ട്. ആയത്തുകളിൽ അൽ അലിയുൽ കബീർ എന്നുള്ളത് തൗഹീദുമായി ബന്ധപ്പെട്ട് സൂറത്ത് സബയിലെ 22-23 ആയത്തുകളെല്ലാം നമുക്ക് കാണാം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് ഫിസ്സമാ എന്ന് മറുപടി പറയുക എന്നുള്ളത് ഏതൊരു മുഅ്മിനും മനസ്സിലാക്കിയിരിക്കേണ്ട അടിസ്ഥാന പാഠങ്ങളിൽപ്പെട്ടതാണ്. കാരണം ആ ജാരിയത്തിൻ്റെ ഹദീസിൽ, അടിമപ്പെണ്ണിൻ്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവൾ മുഅ്മിനത്താണോ എന്ന് നോക്കാൻ വേണ്ടി ചോദിച്ച ചോദ്യം അയ്ന അള്ളാഹു എവിടെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഫിസ്സമാ എന്നുള്ള മറുപടി മുഅ്മിനത്താണ് എന്നുള്ളതിനുള്ള തെളിവായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിച്ചു. അപ്പോൾ അള്ളാഹു എവിടെയാണ് എന്നുള്ളതിന് കൃത്യമായ മറുപടി നാം മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾക്കൊന്നും അറിയില്ല. നമ്മൾ ചിലപ്പോൾ ഇത് കുറേ കേൾക്കുന്നതുകൊണ്ട് നമ്മൾ അറിയുന്നതായിരിക്കും. പക്ഷെ സാധാരണക്കാരായ മുസ്ലിമുകൾ ആർക്കും അത് ചിലവർ പറയും അള്ളാഹ് ഉള്ളി നെഞ്ചിലാണ്, ചിലവർ പറയും അള്ളാഹ് എല്ലായിടത്തും ഉണ്ട്, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ അറിയുള്ളൂ. അള്ളാഹുവിനെ കുറിച്ചുള്ള അത്രയും ദുർബലമായ അറിവാണ് നമ്മുടെ നാടുകളിലെ മുസ്ലിമീങ്ങൾക്ക് ഉള്ളത്. പലരോടും ചോദിച്ചിട്ടുള്ള അറിവാണ്. പല ആളുകൾക്കും അറിയില്ല അള്ളാഹു മുകളിലാണ് എന്ന് അറിയില്ല. പലതും അതിനെ നിഷേധിക്കുന്ന ആളുകളെ വരെ കാണാൻ സാധിക്കും. നഊദു ബില്ലാഹ്. ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും തെളിയിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ അഖീദയാണ് അള്ളാഹു അലിയാണ്, അർശിന് മേൽ ഇസ്തിവാ ചെയ്തിട്ടുള്ളവനാണ് എന്നുള്ളത്. അസ്മാഉൽ ഹുസ്നയിൽ അടുത്ത നാമങ്ങൾ അൽ കബീർ, അൽ അദീം. അൽ കബീർ, അൽ അദീം എന്നീ രണ്ട് നാമങ്ങളാണ്. വിശുദ്ധ ഖുർആനിൽ പല സന്ദർഭങ്ങളിലായി ഈ നാമങ്ങൾ വന്നിട്ടുണ്ട്. സൂറത്തുൽ ലുഖ്മാനിലെ 30-ാമത്തെ ആയത്തിൽ ذَلِكَ بِأَنَّ اللَّهَ هُوَ الْحَقُّ وَأَنَّ مَا يَدْعُونَ مِن دُونِهِ الْبَاطِلُ وَأَنَّ اللَّهَ هُوَ الْعَلِيُّ الْكَبِيرُ അള്ളാഹുവാണ് ഹക്കായിട്ടുള്ളവൻ. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവരെല്ലാം, അവർ ആരാധിക്കുന്നവരും ദുആ ചെയ്യുന്നവരും മുശ്രിക്കീങ്ങൾ ബാത്തിലാണ്. അള്ളാഹു അലിയാണ്, അത്യുന്നതനാണ്. കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞു. അൽ കബീർ, വലിയവനാണ്, ഏറ്റവും മഹത്വമുള്ളവനാണ് എന്നെല്ലാം ആശയം. സൂറത്ത് ഗാഫിറിലെ 12-ാമത്തെ ആയത്തിൽ ഫൽ ഹുക്മു ലില്ലാഹിൽ അലിയിൽ കബീർ, വിധി കൽപ്പിക്കുന്നത് അവകാശം അത് അള്ളാഹുവിൻ്റേതാണ്. അള്ളാഹു അത്യുന്നതനും അതുപോലെ കബീർ. സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്തിൽ ആയത്തുൽ കുർസിയിൽ വഹുവൽ അലിയുൽ അദീം. അതുപോലെ സൂറത്തുൽ ഹാഖയിലെ 52-ാമത്തെ ആയത്തിൽ ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം. അപ്പോൾ അൽ കബീർ, അൽ അദീം എന്നീ നാമങ്ങളിൽ ഉൾക്കൊണ്ടിട്ടുള്ള വിശേഷണങ്ങൾ പറഞ്ഞാൽ അൽ കിബ്രിയ, അതുപോലെ തന്നെ വൽ അളമത്ത്. കിബ്രിയ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിന് മഹത്വം എന്ന ആശയം തന്നെയാണ് രണ്ടിനും പറയാൻ സാധിക്കുക. ഏറ്റവും മഹത്വമുള്ളവൻ ആ രീതിയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ള ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി അൽ കിബ്രിയാഉ റിദാഇ വൽ അളമതു ഇസാരി ഫമൻ നാസഅനി വാഹിദൻ മിൻഹുമാ ഖദഫ്തുഹു ഫിന്നാർ. അൽ കിബ്രിയാഉ റിദാഇ, കിബ്രിയ എന്നുള്ളത് എൻ്റെ മേൽവസ്ത്രമാണ്. വൽ അളമതു ഇസാരി, അളമത്ത് എന്നുള്ളത് താഴ്ഭാഗത്ത് ധരിക്കുന്ന വസ്ത്രമാണ്. ഫമൻ നാസഅനി വാഹിദൻ മിൻഹുമാ, ആരെങ്കിലും എന്നോട് ആ രണ്ട് കാര്യങ്ങളിൽ എന്നോട് മത്സരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ മഹത്വവും ആ പെരുമയുമെല്ലാം ആരെങ്കിലും അടിമകളിൽ കാണിക്കുകയാണ് എങ്കിൽ ഖദഫ്തുഹു ഫിന്നാർ, അവനെ ഞാൻ നരകത്തിലേക്ക് എറിയുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. അപ്പോൾ അങ്ങേയറ്റത്തെ മഹത്വം, അതുപോലെ തന്നെ ആ മഹത്വമുള്ളത് കൊണ്ട് തന്നെയുള്ള പെരുമ, മലയാളത്തിൽ ആ ആശയങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് അൽ കബീർ, അൽ അദീം എന്ന് പറഞ്ഞാൽ. ഇനി അൽ കിബ്രിയ വൽ അളമ എന്നുള്ള ഈ വിശേഷണങ്ങൾ, ഈ നാമങ്ങൾ, അതിൻ്റെ ആശയം രണ്ട് കാര്യങ്ങളെയാണ് അറിയിക്കുന്നത്. ഒന്ന്, ഈ നാമങ്ങളും ഈ വിശേഷണങ്ങളും അടങ്ങുന്നത് എല്ലാ രീതിയിലും പൂർണ്ണമായിട്ടുള്ള മഹത്വം അള്ളാഹുവിനാണുള്ളത്. എല്ലാ രീതിയിലും പൂർണ്ണമായ ശക്തി, പൂർണ്ണമായ പ്രതാപം, പൂർണ്ണമായ കഴിവ്, വിശാലമായ അറിവ്, അങ്ങനെ തുടങ്ങി എല്ലാവിധ മഹത്വപ്പെടുത്തുന്ന വിശേഷണങ്ങളും അള്ളാഹുവിന് മാത്രമാണുള്ളത് എന്ന് അളമത്ത്, കിബ്രിയ എന്നീ നാമങ്ങൾ അറിയിക്കുന്നു. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ
അവൻ്റെ കൈകളിൽ ചുരുട്ടിപ്പിടിക്കുന്ന അവസ്ഥയുണ്ട് എന്ന് പറയുന്നത്. അള്ളാഹു അങ്ങേയറ്റം മഹത്വമുള്ളവനും അതുപോലെ തന്നെ ഈ കിബ്രിയാ, അളമത്ത് എന്നീ വിശേഷണങ്ങൾ ആയതുകൊണ്ടാണ് ആകാശഭൂമികളെ കൈപ്പിടികളിൽ ചുരുട്ടുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് പറയുന്നത്. അള്ളാഹു തആല പറഞ്ഞു, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, സൂറത്തു സുമറിലെ 67-ാമത്തെ ആയത്തിൽ. ആ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിനെ കണക്കാക്കേണ്ട മുറപ്രകാരം കണക്കാക്കുന്നില്ല. വൽ അർളു ജമീഅൻ ഖബ്ദതുഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഭൂമിയെ മൊത്തം അവൻ ചുരുട്ടിപ്പിടിക്കുന്നതാണ്. വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി, ആകാശങ്ങൾ അവൻ്റെ വലത് കൈയിൽ ചുരുട്ടിയ അവസ്ഥയിലായിരിക്കും. സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ, അവർ പങ്കുചേർക്കുന്നതിനെല്ലാം തൊട്ടെല്ലാം അള്ളാഹു പരിശുദ്ധനാണ് എന്നുള്ളത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഈ രണ്ട് വിശേഷണങ്ങൾ അള്ളാഹുവിൻ്റെ ഈ മഹത്വത്തെയും അതുപോലെ തന്നെ ഒരു സാദൃശ്യവുമില്ലാത്ത രീതിയിലുള്ള ഈ ഒരു അളമത്തിനെയും കിബ്രിയായിനെ അറിയിക്കുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് റുകൂഇൽ പറയാറുള്ള ഒരു ദുആഇന്റെ ലഫ്ദിൽ കാണാം, സുബ്ഹാനദിൽ ജബറൂതി വൽ മലകൂതി വൽ കിബ്രിയാഇ വൽ അദമ. സുബ്ഹാൻ, പരിശുദ്ധനാണ്, ദിൽ ജബറൂത്ത്, മഹത്വമുള്ളവൻ, അൽ മലക്കൂത്ത്, എല്ലാവിധ ആധിപത്യവുമുള്ളവൻ, വൽ കിബ്രിയാഇ വൽ അദമ, ഇതുപോലെയുള്ള പെരുമയും അതുപോലെ തന്നെ ഈ ആധിപത്യവും ഈ മഹത്വവും എല്ലാം ഉള്ളവൻ പരിശുദ്ധനാണ് എന്നുള്ള ദിക്ർ റുകൂഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഈ നാമങ്ങളുടെ ആശയം അറിയിക്കുന്നത് അല്ലാഹു തആലയുടെ കിബ്രിയാ, അൽ അളമത്ത് എന്നുള്ള വിശേഷണങ്ങളും അൽ കബീർ, അൽ അദീം എന്നുള്ള ഈ നാമങ്ങളും അറിയിക്കുന്ന അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹു അല്ലാതെ, അഥവാ ഈ അളമത്തും ഈ കിബ്രിയാവും ഉള്ളവനല്ലാതെ മറ്റൊരാളും തന്നെ ഇബാദത്തിന് അർഹനാവുകയില്ല എന്നുള്ളതാണ്. ഈ അളമത്തും ഈ കിബ്രിയാവും ഉള്ളവനല്ലാതെ മറ്റൊരാളും തന്നെ ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹനാവുകയില്ല. അതുപോലെ തന്നെ ഇഷ്ടപ്പെടാനും അങ്ങേയറ്റത്തെ താഴ്മ കാണിക്കപ്പെടാനും വേറൊരാളും അർഹനാവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഈ മഹത്വം നൽകുന്നതിൻ്റെ ഭാഗമാണ് അള്ളാഹുവിനെ അനുസരിക്കണമെന്നുള്ളത്, അള്ളാഹുവിനെ ധിക്കരിക്കാൻ പാടില്ല എന്നത്, അള്ളാഹുവിനെ സ്മരിക്കണമെന്നുള്ളത്, അള്ളാഹുവിനെ മറക്കാൻ പാടില്ല എന്നുള്ളത്, അള്ളാഹുവിന് നന്ദി കാണിക്കണം, അള്ളാഹുവിന് നന്ദികേട് കാണിക്കാൻ പാടില്ല എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഈ മഹത്വം കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നിയമങ്ങൾക്ക് മുമ്പിൽ, അള്ളാഹുവിൻ്റെ ശർഇന് മുമ്പിൽ, അള്ളാഹുവിൻ്റെ ഹുക്മുകൾക്ക് മുമ്പിൽ കീഴൊതുങ്ങണം എന്ന് പറയാനുള്ള കാരണം. ഇനി അള്ളാഹുവിൻ്റെ ഈ കബീർ അൽ അദീം, അൽ കബീർ അൽ അദീം എന്നുള്ള നാമങ്ങൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിന് നമ്മൾ കൊടുക്കുന്ന അളമത്തിൻ്റെ ഭാഗമാണ് അള്ളാഹു എന്തിനെല്ലാം മഹത്വപ്പെടുത്തിയിട്ടുണ്ടോ, എന്തിനെല്ലാം തഅ്ലീം ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം മഹത്വപ്പെടുത്തുക എന്നുള്ളത്. അള്ളാഹു ഏതെങ്കിലും വ്യക്തിയെ മഹത്വപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും സ്ഥലം, ഏതെങ്കിലും സമയം, അതുപോലെ തന്നെ ഏതെങ്കിലും കർമ്മങ്ങൾ, അങ്ങനെ എന്തെങ്കിലും മഹത്വപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമുക്കറിയാം ഹറം അള്ളാഹു തആല മഹത്വപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുപോലെ ചില സമയങ്ങൾ, ഇപ്പോൾ ദുൽഹിജ്ജ ആദ്യത്തെ 10, അതുപോലെയുള്ള ചില സമയങ്ങൾ അള്ളാഹു മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബികൾ, സ്വാലിഹീങ്ങൾ, അങ്ങനെയുള്ളവർക്ക് കൊടുക്കേണ്ടത്, അങ്ങനെ അള്ളാഹു മഹത്വപ്പെടുത്തിയിട്ടുള്ള സ്ഥലം, സമയം, വ്യക്തികൾ, കർമ്മങ്ങൾ, ഇതിനൊക്കെ എന്ത് കൊടുക്കണം? ആ മഹത്വം കൊടുക്കുക എന്നുള്ളത് ഇതിൻ്റെ ഭാഗമാണ്. ഇനി ഈ അള്ളാഹു സുബ്ഹാനഹു വതആല അൽ കബീർ ആണെന്ന് പറയുമ്പോൾ, അള്ളാഹുര് അൽ കിബ്രിയ, എല്ലാവിധ മഹത്വവും ഉണ്ട് എന്ന് പറയുമ്പോൾ അത് എല്ലാ ഇബാദത്തിൻ്റെയും റൂഹാണത്. അഥവാ അള്ളാഹുവിനെ തഅ്ലീം ചെയ്യുക, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക, അള്ളാഹു കബീർ ആണെന്ന് അറിയിക്കുക എന്നുള്ളത് എല്ലാ ഇബാദത്തിൻ്റെയും റൂഹാണ്. അതുകൊണ്ടാണ് ഇബാദത്തുകളിൽ ഒരു മുസ്ലിം അള്ളാഹുവിനെ തക്ബീർ ചെയ്യുന്നത് അതുമായി ബന്ധിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ നോക്കൂ, നമ്മൾ നോമ്പുകാരാണ്. നോമ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈദിൻ്റെ സമയത്ത് നമ്മൾ പറയുന്ന വാക്ക് എന്താണ്? അല്ലാഹു തആല സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ ആയത്തിൽ പറയാണ്, വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. നിങ്ങൾ നോമ്പ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ലാഹു തആല ഹിദായത്ത് നൽകിയതിൻ്റെ പേരിൽ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലയെ തക്ബീർ ചെയ്യുക എന്ന് പറഞ്ഞു കാണാം. ഇനി ഹജ്ജിൻ്റെ സന്ദർഭത്തിൽ അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? സൂറത്തുൽ ഹജ്ജിലെ 37-ാമത്തെ ആയത്തിൽ കാണാം, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ ولا دماؤها ولكن يناله التقوى منكم كذلك سخرها لكم
ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. അറവ് മൃഗങ്ങളെ അത് അറുക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരെ നിങ്ങൾക്ക് അതിന് കീഴൊതുക്കി തന്നതുമായി ബന്ധപ്പെട്ട് പറയാണ്, നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിൻ്റെ പേരിൽ അള്ളാഹുവിനെ തക്ബീർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തക്ബീർ എന്നുള്ളതിന് വളരെ മഹത്തായ സ്ഥാനമുണ്ട്. ഇപ്പോൾ നിസ്കാരത്തിലേക്ക് ഒരാൾ പ്രവേശിക്കണമെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാം ഓൻ പറയണം. അതിന് പകരം എന്ത് വാക്ക് പറഞ്ഞാലും പറ്റൂല. അപ്പോൾ അള്ളാഹു അക്ബർ എന്നതിന് പകരമായി അള്ളാഹു അഅലം എന്നോ അള്ളാഹു റഹ്മാൻ എന്നോ അള്ളാഹു റഹീം എന്നോ അല്ലെങ്കിൽ വേറെ ഏത് നാമം കൊണ്ട് പറഞ്ഞാലും അവൻ്റെ നിസ്കാരം ശരിയാവില്ല. അള്ളാഹു അക്ബർ എന്ന് തന്നെ പറയണം. അപ്പോൾ അതിൻ്റെ ആ പ്രാധാന്യത്തെ അറിയിക്കുന്നതാണ്. ഒരു ഹദീസിൽ നമുക്ക് കാണാം, അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹുവിനോട് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായി, മാ യുഫർരിക അൻ തഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫഹൽ തഅലമു മിൻ ഇലാഹിൻ സിവല്ലാഹ്. അദീ ഇബ്നു ഹാത്തിമിനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ, അതിൽ നിന്ന് നിന്നെ അകറ്റുന്ന കാര്യം എന്താണ്? അള്ളാഹു അല്ലാതെ വേറെ ഏതെങ്കിലും ഇലാഹിനെ നിനക്കറിയുമോ? അദീ ഇബ്നു ഹാത്തിം പറഞ്ഞു, ഇല്ല, എനിക്കറിയില്ല. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു നേരം സംസാരിച്ചു ചോദിച്ചു, ഇന്നമാ തുഫിറു അൻ തഖൂല അല്ലാഹു അക്ബർ വതഅലമു ഷൈഅൻ അക്ബറ മിൻ അല്ലാഹ്. അള്ളാഹു അക്ബർ എന്ന് പറയുന്നതിൽ നിന്ന് നിന്നെ അകറ്റുന്ന കാര്യം എന്താണ്? അള്ളാഹുവിനേക്കാൾ വലിയവനായി അള്ളാഹുവിനേക്കാൾ മഹത്വമുള്ളവനായി എന്തെങ്കിലും നിനക്കറിയുമോ? അങ്ങനെ സ്വഹാബി പറയാൻ, ഇല്ല, അറിയില്ല എന്ന് പറയാൻ, ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ദഅവത്തിന്റെ സന്ദർഭത്തിൽ. അപ്പോൾ അള്ളാഹു അക്ബർ എന്നുള്ളത് ദീനിൽ ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട് വളരെയധികം അടുത്ത് കിടക്കുന്ന, വളരെയധികം ഇബാദത്തിന്റെ റൂഹായിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരാൾ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ, ഒരടിമ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആശയം അള്ളാഹുവിനെ പോലെ അല്ലെങ്കിൽ അള്ളാഹുവിനേക്കാൾ വലിയവനായി ഒന്നും തന്നെയില്ല. മഹത്വപ്പെടുത്തുന്ന വിഷയത്തിലാവട്ടെ, എല്ലാ വിഷയത്തിലും അള്ളാഹുവാണ് വലിയവൻ. ദാത്ത് കൊണ്ടാവട്ടെ, സിഫത്ത് കൊണ്ടാവട്ടെ, അവൻ്റെ ഖൽബിലാവട്ടെ, അവൻ്റെ ജീവിതത്തിലാവട്ടെ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് തെളിയിക്കുന്ന വാക്കാണ് അള്ളാഹു അക്ബർ എന്ന് പറയുന്നത്. ഇനി അൽ കബീർ അൽ അലീം, ഈ രണ്ട് വാക്കുകളുണ്ട്. കിബ്രിയ അൽ അളമ, ഇതിലേതാണ് ഏറ്റവും മഹത്വമുള്ളത്? രണ്ടിനും ഒരേ ആശയമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചിട്ട്, പക്ഷെ ഒരിക്കലും അത് പര്യായ പദങ്ങളല്ല. അൽ അലീം എന്നതിനേക്കാൾ അല്ലെങ്കിൽ അള്ളാഹുനെ തഅലീം ചെയ്യുന്നതിനേക്കാൾ അൽ അളമത്ത് എന്നതിനേക്കാൾ ഒരു പടി മുകളിലുള്ള വിശേഷണമാണ് അൽ കിബ്രിയ എന്നുള്ളത്. തഅലീം ചെയ്യുന്ന അല്ലെങ്കിൽ അളമത്ത് എന്ന് പറയുന്നതിനേക്കാൾ ഒരു പടി മുകളിലുള്ള മഹത്വപ്പെടുത്തലിനാണ് കിബ്രിയ എന്ന് പറയുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കാണാം. മജ്മൂ ഫതാവയിൽ അദ്ദേഹം പറയാണ്, വഫീ ഖൗലി അല്ലാഹു അക്ബർ ഇസ്ബാതു അളമതിഹി, അല്ലാഹു അക്ബർ എന്നുള്ള വാക്കിൽ അള്ളാഹുവിന്റെ മഹത്വത്തെ സ്ഥിരപ്പെടുത്തുകയാണ്. ഫഇന്നൽ കിബ്രിയാ തതളമ്മനുൽ അളമ, കിബ്രിയാ എന്നുള്ളത് അളമത്തിനെ നിർബന്ധമാക്കുന്ന, അതിലുള്ളാവുന്ന കാര്യമാണ്. വലാകിൻ അൽ കിബ്രിയാ അക്മൽ, പക്ഷെ കിബ്രിയാ എന്നുള്ളത് അളമത്തിനേക്കാൾ പരിപൂർണമായിട്ടുള്ള ഒരു വിശേഷണമാണ്. വലിഹാദാ ജാഅത്തിൽ അൽഫാദുൽ മശ്റൂഅത്ത് ഫിസ്സലാ വൽ ആദാൻ ബിഖൗലി അല്ലാഹു അക്ബർ, അതുകൊണ്ടാണ് നിസ്കാരത്തിലും ബാങ്കിലുമെല്ലാം വന്നിട്ടുള്ള വാക്ക് അല്ലാഹു അക്ബർ എന്നായിട്ടുള്ളത്. ഫഇന്ന ദാലിക അക്മലു മിൻ ഖൗലി അല്ലാഹു അഅലം, അല്ലാഹു അഅലം എന്ന് പറയുന്നതിനേക്കാൾ പരിപൂർണതയുള്ള വാക്കാണ് അല്ലാഹു അക്ബർ എന്നുള്ളത്. കമാ സബത ഫി സ്വഹീഹി അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ യഖൂലുല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, അൽ കിബ്രിയാ റിദാഇ വൽ അളമതു ഇസാരി, കിബ്രിയ എന്നുള്ളത് മേൽവസ്ത്രവും അളമത്ത് എന്നുള്ളത് താഴ്ഭാഗത്തെ വസ്ത്രവുമാണ് എന്ന് ആ ഹദീസ് പറഞ്ഞു. എന്നിട്ട് പറയാണ്, ഫജഅലൽ അളമത കൽ ഇസാർ വൽ കിബ്രിയാ കദ്ദിദാ, അളമത്തിനെ താഴ്ഭാഗത്ത് ധരിക്കുന്ന വസ്ത്രത്തിന്റെ രൂപത്തിലും പറഞ്ഞു, കിബ്രിയാഇനെ മേൽഭാഗത്തുള്ള വസ്ത്രവും പറഞ്ഞു. വമഅലൂമുൻ അന്ന ദിദാ അഷ്റഫ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, മേൽഭാഗത്ത് ധരിക്കുന്ന വസ്ത്രമാണ് ഒന്നുകൂടി ശ്രേഷ്ഠമായിട്ടുള്ളത് എന്നുള്ളത് അറിയാം. ഫലമ്മാ കാന തക്ബീർ അബ്ലഗു മിന തഅലീം സറഹ ബിലഫ്ളിഹി വതളമ്മന ദാലിക തഅലീം, അതുകൊണ്ടാണ് തഅലീമിനേക്കാൾ അളമത്തിനേക്കാൾ വലുതാണ് കിബ്രിയ എന്ന് പറയുന്നതും ആ കിബ്രിയായിൽ അളമത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് പറയാനുമുള്ള കാരണം.
അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മഹത്വപ്പെടുത്തുന്നതിൽ ഏറ്റവും വലിയ വാക്കാണ് അല്ലാഹു അക്ബർ എന്നുള്ളത്. അറബി ഭാഷയിൽ ഒരു മഹത്വപ്പെടുത്തുന്നതിൽ, ഒരാളെ മഹത്വപ്പെടുത്തുന്നതിൽ, അതുപോലെ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിൽ അല്ലാഹു അക്ബർ എന്നുള്ളതിനേക്കാൾ വലിയൊരു വാക്കില്ല എന്ന് പറഞ്ഞത് കാണാം, പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ വിശേഷണം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അങ്ങേയറ്റത്തെ ആ കിബിരിയാവും അളമത്തും അള്ളാഹുവിനാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അള്ളാഹുവിനെ അങ്ങേയറ്റം തക്ബീർ ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. സൂറത്തുൽ ഇസ്രായിലെ 111-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു നോക്കൂ, ഖുൽ ഹംദുലില്ലാഹില്ലദീ ലം യത്തഖിദ് വലദൻ വലം യകുൻ ലഹു ശരീകുൻ ഫിൽ മുൽക്ക്. അള്ളാഹുവിന് സ്തുതി, ഒരു സന്താനത്തെ സ്വീകരിക്കാത്ത, ആധിപത്യത്തിൽ ഒരു പങ്കുകാരനില്ലാത്ത, വലം യകുൻ ലഹു വലിയ്യുൻ മിനദ്ദുൽ വകബ്ബിർഹു തക്ബീറാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആ രീതിയിൽ തക്ബീർ ചെയ്യേണ്ട മുറപ്രകാരം തക്ബീർ ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത് കാണാം. അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ മഹത്വം മനസ്സിലാക്കുമ്പോൾ, ഈ നാമങ്ങൾ മനസ്സിലാക്കുമ്പോൾ, ഈ വിശേഷണങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഒരു മുസ്ലിം എന്ന നിലക്ക് അള്ളാഹുവിന് നമ്മൾ കൊടുക്കേണ്ട ഒരു ഗാംഭീര്യമുണ്ട്. അള്ളാഹുവിന് നമ്മൾ കൊടുക്കേണ്ട ഒരു ഗാംഭീര്യമുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കിയും, നേരത്തെ പറഞ്ഞതുപോലെ ആകാശഭൂമികളെ തൻ്റെ കൈപ്പിടികളിൽ ചുരുട്ടുന്ന ആളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അത്രയും നിസ്സാരമാണ് നമ്മൾ ഈ കാണുന്നതും കാഴ്ചയുടെ അപ്പുറത്തുമുള്ള ഈ ലോകവും ആകാശവും അതിൻ്റെ അകത്തുള്ള എന്തെല്ലാം ഗ്രഹങ്ങളുണ്ടോ, അതിന് അകത്തും പുറത്തും എന്തെല്ലാം കാര്യങ്ങളുണ്ടോ. നമ്മൾ കേവലം ഭൂമിക്കകത്തുള്ള മാത്രമല്ല, ഈ ലോകം, ഈ പ്രപഞ്ചം, അതിനകത്തുള്ള എല്ലാം, അതിനെയെല്ലാം വെറും കൈപ്പിടിയിൽ ഒതുക്കുന്ന അങ്ങേയറ്റത്തെ അളമത്തും കിബിരിയാവുമുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് അള്ളാഹു നമ്മൾ വകവെച്ച് കൊടുക്കേണ്ട ഒരു വഖാറത്തുണ്ട്, ഒരു ഗാംഭീര്യമുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം അവിടുത്തെ സമൂഹത്തിനോട് തൗഹീദ് പറയുമ്പോൾ പറഞ്ഞ വാക്കുകൾ സൂറത്ത് നൂഹിൽ കാണാം, മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങൾ എന്താണ് അള്ളാഹുവിനൊരു ഗാംഭീര്യം കണക്കാക്കാത്തത്? നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അലീമാണ്, കബീറാണ് എന്ന് മനസ്സിലാക്കിയിട്ടും അള്ളാഹുവിന് പുറമേയുള്ള ഏതെങ്കിലും കല്ലിനെയോ ഖബറിനെയോ മരത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കളെയോ വ്യക്തികളെയെല്ലാം ആരാധിക്കുന്ന ആളുകളുടെ ബുദ്ധിശൂന്യത ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെയുള്ള ആളുകളോടാണ് നൂഹ് നബി അലൈഹി സ്വലാം ചോദിക്കുന്നത്, മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. നിങ്ങൾ അള്ളാഹുവിന് എന്താണ് ഒരു ഗാംഭീര്യം നൽകാത്തത്? നിങ്ങൾ എന്താണ് അള്ളാഹുവിനുള്ള ഗാംഭീര്യം മനസ്സിലാക്കാത്തത്? വഖദ് ഖലഖകും അത്വാറ. നിങ്ങളെ ഘട്ടം ഘട്ടമായിട്ട് സൃഷ്ടിച്ചവനല്ലേ അവൻ. അലം തറൗ കൈഫ ഖലഖല്ലാഹു സബ്അ സമാവാതിൻ തിബാഖ. നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ എങ്ങനെയാണ് അല്ലാഹു തആല 7 ആകാശങ്ങളെ അടുക്കുകളായി സൃഷ്ടിച്ചത് എന്ന്. വജഅലൽ ഖമറ ഫീഹിന്ന നൂറ വജഅല അശംസ സിറാജ. അവിടെ ആകാശത്തിൽ ചന്ദ്രനെ ഒരു പ്രകാശമാക്കുകയും സൂര്യനെ ഒരു വെളിച്ചമാക്കുകയും ചെയ്തിട്ടുള്ളത്, ഒരു വിളക്കാക്കുകയും ചെയ്തിട്ടുള്ളത് കണ്ടിട്ടില്ലേ? വല്ലാഹു അംബതകും മിനൽ അർളി നബാത. അങ്ങനെ ഭൂമിയിൽ നിന്ന് അള്ളാഹു നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. സുമ്മ യുഈദുകും ഫീഹാ വയുഖ്രിജുകും ഇഖ്റാജ. പിന്നെ അതിലേക്ക് തന്നെ മടക്കുന്നു, വീണ്ടും നിങ്ങൾ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു എന്നെല്ലാം അള്ളാഹുവിനെ പറ്റി പറയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ കബീറാണ്, അൽ അദീമാണെന്ന് പറയുമ്പോൾ അള്ളാഹുവിന് നമ്മൾ വളരെയധികം വലിയ രീതിയിൽ കൊടുക്കേണ്ട മഹത്വം, അതാണ് കിബിരിയ അൽ അളമ എന്ന് പറഞ്ഞാൽ. അതിൽ ഏറ്റവും വലുതാണ് അൽ കിബിരിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ ചിന്തിക്കണം, ഈ ആകാശഭൂമികളെ കൈപ്പിടിയിൽ ചുരുട്ടിപ്പിടിക്കുന്ന, ഇതിനെയെല്ലാം ഉടമപ്പെടുത്തിയിട്ടുള്ള ആകാശഭൂമികളെ അധികാരിയായിട്ടുള്ള അള്ളാഹുവാണ് വലിയവൻ എന്നാണ് നമ്മൾ പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ആയിരിക്കണം. മറ്റെന്തിനേക്കാളും അള്ളാഹുവാണ് വലിയവൻ എന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കണം. അടുത്ത നാമങ്ങൾ അൽ ഖവിയ്യു അൽ മതീൻ. അൽ ഖവി അൽ മതീൻ. അൽ ഖവി എന്ന് പറഞ്ഞാൽ ശക്തൻ, അൽ മതീൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ഏറ്റവും വലിയ ശക്തിയുള്ളവൻ എന്നുള്ളതാണ് മതീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖവി എന്നുള്ളതിനേക്കാൾ കൂടുതൽ അതിൻ്റെ ഒരു ആഴത്തിലുള്ള അവസ്ഥ. ഷദീദുൽ ഖുവ്വത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ ഈ 2 നാമങ്ങൾ പല സന്ദർഭങ്ങളിലും ഒരുമിച്ച് വന്നിട്ടുണ്ട്. സൂറത്ത് ശൂറയിലെ 19-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹു ലതീഫുൻ ബിഇബാദിഹി യർസുഖു മൻ യശാഹ് വഹുവൽ ഖവിയ്യുൽ അസീസ്. അല്ലാഹു അവൻ്റെ അടിമകളോട് അങ്ങേയറ്റത്തെ കൃപയും അനുകമ്പയും എല്ലാം ഉള്ളവനാണ്.
യർസുഖു മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ റിസ്ഖ് നൽകുന്നു. വഹുവൽ ഖവിയ്യുൽ അസീസ്, അവൻ ഖവിയാണ്, ശക്തനാണ്, പ്രതാപിയാണ്. അതുപോലെ ഖവി എന്നുള്ളത് ധാരാളം സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട്. മത്തീൻ എന്നുള്ളത് ഖുവ്വത്തിനോട് ചേർത്തിട്ട് വന്നിട്ടുള്ളതാണ്. നേരത്തെ പറഞ്ഞത് പാടിപ്പോയിട്ടുണ്ട്. സൂറത്ത് മുജാദിലയിലെ 21-ാമത്തെ ആയത്തിൽ കതബല്ലാഹു ലാ ഗലിബന്ന അന വറുസുലി ഇന്നല്ലാഹ ഖവിയ്യുൻ അസീസ്, നാം രേഖപ്പെടുത്തിയിട്ടുണ്ട്, തീരുമാനിച്ചിട്ടുണ്ട്, നാമും അതുപോലെ തന്നെ നമ്മുടെ റസൂലുകളുമാണ് വിജയിക്കുക, അല്ലാഹു ഖവിയ്യുൻ അസീസുമാണ്. സൂറത്ത് ഹൂദിലെ 66-ാമത്തെ ആയത്തിൽ ഇന്ന റബ്ബക ഹുവൽ ഖവിയ്യുൽ അസീസ്, ഇങ്ങനെ ധാരാളം സന്ദർഭങ്ങളിൽ അൽ ഖവി എന്നുള്ള നാമം വന്നിട്ടുണ്ട്. അൽ മത്തീൻ എന്നുള്ളത് ഖുർആനിൽ ഒരു തവണയാണ് വന്നിട്ടുള്ളൂ. അത് അൽ ഖുവ്വത്ത് എന്നതിനോട് ചേർന്നിട്ടാണ് വന്നിട്ടുള്ളത്. അത് സൂറത്ത് ദാരിയാത്തിലെ 58-ാമത്തെ ആയത്തിൽ ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മത്തീൻ, അല്ലാഹുവാണ് റിസ്ഖ് നൽകുന്നവൻ, അവനാണ് ഏറ്റവും ശക്തിയുള്ളവൻ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അൽ ഖവി അൽ മത്തീൻ എന്നുള്ള നാമങ്ങൾ മനസ്സിലാക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പോലെ ശക്തനായിക്കൊണ്ട് ഒരാളുമില്ല. ഏറ്റവും ശക്തനായിട്ടുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അള്ളാഹുവിനെ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾക്ക് മാറ്റം വരുത്താനോ അള്ളാഹുവിനെ കീഴ്പ്പെടുത്താനോ ഒന്നും തന്നെ ഈ ആകാശഭൂമികളിൽ ഇല്ല. അള്ളാഹുവിൻ്റെ തീരുമാനം തള്ളപ്പെടുകയില്ല, അതതുപോലെ സംഭവിക്കും. അള്ളാഹു തആല ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു ഉയർത്തും, ഉദ്ദേശിക്കുന്നവരെ താഴ്ത്തും, ഉദ്ദേശിക്കുന്നവർക്ക് പ്രതാപം നൽകും, ഉദ്ദേശിക്കുന്നവർക്ക് നിന്ദ നൽകും. അങ്ങനെ എല്ലാവിധ ഖുവ്വത്തും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൈകളിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആല ഇമ്രാനിലെ 160-ാമത്തെ ആയത്തിൽ പറയാണ്, ഇയൻസുറുകുമുല്ലാഹ് ഫലാ ഗാലിബ ലക്കും, അള്ളാഹു നിങ്ങളെ സഹായിക്കുന്ന പക്ഷം നിങ്ങളെ കീഴ്പ്പെടുത്താൻ, നിങ്ങളെ തോൽപ്പിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അള്ളാഹു നിങ്ങളെ കൈവിട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിന് പുറമെ വേറെ ആരാണ് നിങ്ങളെ സഹായിക്കാനുള്ളത്? അള്ളാഹുവിന്റെ മേൽ മുഅ്മിനീങ്ങൾ ബരമേൽപ്പിക്കട്ടെ എന്ന് പറഞ്ഞു കാണാം. അപ്പോൾ സൂറത്തുൽ ബഖറയിലെ 165-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, വലൗ യറല്ലദീന ളലമു ഇദ് യറൗനൽ അദാബ, തെമ്മാടികളായിട്ട് ദുൽമ ചെയ്ത് ജീവിച്ച ആളുകൾ അവർ ശിക്ഷയെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ, എല്ലാവിധ ശക്തിയും അള്ളാഹുവിൻ്റെതാണ്. വഅന്നല്ലാഹ ശദീദുൽ അദാബ്, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്നുള്ളത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശക്തി എന്നുള്ളത് നാളെ മുശ്രിക്കീങ്ങൾ, കുഫാറുകൾ നാളെ പരലോകത്ത് അവർക്ക് ബോധ്യപ്പെടും. അള്ളാഹുവിൻ്റെ ശിക്ഷ കാണുമ്പോൾ, അള്ളാഹുവിൻ്റെ ആധിപത്യവും അധികാരവും കാണുമ്പോൾ അവർക്ക് ബോധ്യപ്പെടും അള്ളാഹുവിൻ്റെ ശക്തി എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളത്. ഇനി അള്ളാഹു ആണ് ഏറ്റവും ശക്തിയുള്ളവൻ. അള്ളാഹുവിൻ്റെ ശക്തിയെ ഏറ്റവും നല്ല രീതിയിൽ അറിയിക്കുന്ന ധാരാളം സന്ദർഭങ്ങൾ ഖുർആനിൽ നമുക്ക് കാണാം. പല രീതികളിലായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ശക്തിയെ അള്ളാഹു അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നബിമാരെ, അവൻ്റെ ഔലിയാക്കളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഖുവ്വത്തിനെ അറിയിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ നോക്കി നമ്മൾ പല ചരിത്രങ്ങൾ അറിയാം, നബിമാരുടെയും സ്വാലിഹീങ്ങളുടെയും പല ചരിത്രങ്ങൾ അറിയാം. ആ ചരിത്രങ്ങളിലെല്ലാം പല രീതിയിലുള്ള അവസ്ഥകളിൽ നിന്ന്, ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷിച്ചിട്ടുണ്ട്. അത് അള്ളാഹുവിൻ്റെ ഖുവ്വത്തിനെ അറിയിക്കുന്ന കാര്യമാണ്. സൂറത്ത് ഹൂദിലെ 66-ാമത്തെ ആയത്തിൽ പറയാൻ, ഫലമ്മാ ജാഅ അംറുനാ നജ്ജൈനാ സാലിഹൻ വല്ലദീന ആമനൂ മഅഹു ബിറഹ്മത്തിൻ മിന്നാ വമിൻ ഖിസി യൗമിഇദിൻ. സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തെ നശിപ്പിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു പറയാണ്, സ്വാലിഹിനെയും ആ സ്വാലിഹിനോടൊപ്പം വിശ്വസിച്ച ആളുകളെയും നാം രക്ഷിച്ചു. ഇന്ന റബ്ബക ഹുവൽ ഖവിയ്യുൽ അസീസ്, നിന്റെ റബ്ബ് തീർച്ചയായും ശക്തിയുള്ളവനാണ്, പ്രതാപിയാണ് എന്ന് പറഞ്ഞു. സൂറത്തുൽ ഹജ്ജിലെ 40-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വലയൻസുറന്നല്ലാഹു മൻ യൻസുറുഹു ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. അള്ളാഹുവിനെ സഹായിക്കുന്നവരെ അള്ളാഹു സഹായിക്കുന്നതാണ്. അള്ളാഹു ശക്തിയുള്ളവനും പ്രതാപിയുമാണ്. അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിലുള്ള ഈമാൻ അത് യഥാർത്ഥത്തിൽ ഉറപ്പിക്കുകയും അതനുസരിച്ചിട്ടുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുകയും അതിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും എല്ലാം ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുവിനെ സഹായിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ധാരാളം സന്ദർഭങ്ങളിൽ അള്ളാഹു തആല ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അഹ്സാബ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ സൂറത്തുൽ അഹ്സാബിലെ 25-ാമത്തെ ആയത്തിൽ കാണാം. അഹ്സാബ് യുദ്ധം നമുക്കറിയാം, മദീനയിലെ മൊത്തം ജനസംഖ്യയേക്കാൾ ആളുകൾ
ഇസ്ലാമിനെതിരെ മുഅ്മിനീങ്ങൾക്കെതിരെ ശക്തമായി എല്ലാ ഗോത്രങ്ങളും ഒരുമിച്ച് കൂടി സംഘമായി വന്ന് ആക്രമിക്കാൻ നിൽക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കളുടെ ഉള്ളിൽ ഭയമിട്ട് കൊടുത്ത് കാറ്റിനെ അയച്ചുകൊണ്ട് അവർ കെട്ടിയ കൂടാരങ്ങൾ ഉൾപ്പെടെ ഭയപ്പെട്ട് ഓടിപ്പോകുന്ന അവസ്ഥയുണ്ടായി. അത് പറഞ്ഞിട്ട് അള്ളാഹു പറയാണ് വകഫല്ലാഹുൽ മുഅ്മിനീനൽ ഖിതാൽ, മുഅ്മിനീങ്ങൾക്ക് ഒരു യുദ്ധം ആവശ്യമില്ലാത്ത രീതിയിൽ അള്ളാഹു മതിയാക്കി കൊടുത്തു. വകാന അല്ലാഹു ഖവിയ്യൻ അസീസ, അള്ളാഹു അങ്ങേയറ്റം കഴിവുള്ളവനും പ്രതാപിയുമാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ കൂറു പുലർത്തുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനോട് സിദ്ഖ് കാണിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയേക്കാൾ ശക്തിയുള്ള ഒന്നുമില്ല. ആകാശഭൂമികൾക്കകത്തുള്ള എല്ലാവരും നമുക്കെതിരാണെങ്കിലും അള്ളാഹുവിനെ അനുസരിക്കുന്ന, അള്ളാഹുവിനോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് എങ്കിൽ അള്ളാഹുവിനോളം ശക്തി മറ്റൊരൊന്നിനും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ശക്തി അവിടെ തെളിയിച്ച സന്ദർഭങ്ങൾ കാണാം. അതുപോലെ തന്നെ അള്ളാഹുവിനെ ധിക്കരിച്ച ആളുകളെ നശിപ്പിച്ച സന്ദർഭങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ശക്തിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾക്ക് അഹങ്കാരം ഉണ്ടാകും. എൻ്റെ ജീവിതം അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം, അങ്ങനെയെല്ലാം അഹങ്കരിക്കുന്ന ആളുകൾ, അങ്ങനെ തെമ്മാടിത്തരത്തിൽ ജീവിച്ച ആളുകളെ അള്ളാഹു നശിപ്പിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹു അവന്റെ ശക്തിയെ പറ്റി പറയുന്നുണ്ട്. സൂറത്തുൽ അൻഫാലിലെ 52-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ് കദബി ആലി ഫിർഔൻ, ഫിർഔനിന്റെ ആളുകളെ പോലെ, വല്ലദീന മിൻ ഖബ്ലിഹിം, അതിനു മുമ്പുണ്ടായിരുന്നവരും, കഫറൂ ബി ആയാത്തില്ലാ, അവർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു. ഫഅഖദഹുമുല്ലാഹു ബിദുനൂബിഹിം, അവരുടെ പാപങ്ങൾ കാരണത്താൽ അള്ളാഹു അവരെ ശിക്ഷിച്ചു, പിടികൂടി. ഇന്നല്ലാഹ ഖവിയ്യുൻ ശദീദുൽ ഇഖാബ്, അള്ളാഹു ശക്തനാണ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് കാണാം. അതുപോലെ സൂറത്തു ഗാഫിറിലെ 21-22 ആയത്തുകളിൽ അള്ളാഹു തആല പറയാണ് അവലം യസീറു ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ടില്ലേ, ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന കാനൂ മിൻ ഖബ്ലിഹിം, അവർ നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകളുടെ പര്യവസാനം എന്തായിരുന്നു എന്നുള്ളത്. അഥവാ അവസാനം അവർ സമൂദ് ഗോത്രങ്ങൾ, ആദ് ഗോത്രങ്ങൾ, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹം, അങ്ങനെ തുടങ്ങി പല ആളുകളുടെയും അവസ്ഥ എന്തായിരുന്നു എന്ന്. കാനൂഹും അശദ്ദ മിൻഹും ഖുവ്വതൻ വആഥാറൻ ഫിൽ അർദ്, ചില ആളുകൾക്ക് ഞാൻ നല്ല ശക്തനാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അള്ളാഹു പറയാണ് നിങ്ങളെക്കാൾ ശക്തി ഉണ്ടായിരുന്നവരായിരുന്നു അവർ, പർവ്വതങ്ങൾ തുരന്ന് വീടുണ്ടാക്കിയിരുന്നവരായിരുന്നു അവർ, നിങ്ങളെക്കാൾ രൂപത്തിലും വലുപ്പത്തിലും കഴിവിലും ശക്തി അള്ളാഹു നൽകിയ ആളുകളായിരുന്നു മുൻപുണ്ടായിരുന്ന പലരും. ഫഅഖദഹുമുല്ലാഹു ബിദുനൂബിഹിം, അവരെ അള്ളാഹു അവരുടെ പാപങ്ങൾ കാരണത്താൽ പിടികൂടിയിട്ടുണ്ട്. വമാ കാന ലഹും മിനല്ലാഹി മിൻ വാഖ്, അള്ളാഹുവിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ഒരാളുണ്ടായിട്ടില്ല. ദാലിക ബിഅന്നഹും കാനത് തഅതീഹിം റുസുലുഹും, അതെന്തുകൊണ്ടാണ് ആ ശിക്ഷ അവർക്ക് ലഭിച്ചത്? അവരിലേക്ക് റസൂലുകൾ വന്നപ്പോൾ, ബിൽ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകൾ കൊണ്ട് റസൂലുകൾ വന്നപ്പോൾ, ഫകഫറു ഫഅഖദഹുമുല്ലാഹ്, അവർ നിഷേധിച്ചു, അതുകൊണ്ട് അള്ളാഹു അവരെ പിടികൂടി. ഇന്നഹു ഖവിയ്യുൻ ശദീദുൽ ഇഖാബ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ശക്തനാണ്, അതുപോലെ തന്നെ കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് അള്ളാഹുവിന്റെ ശക്തിയെ പറ്റി പറഞ്ഞത് കാണാം. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശക്തിയെ അറിയിക്കുന്ന കാര്യമാണ് ആകാശഭൂമികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തുന്നു എന്നുള്ളത്. ആയത്തുൽ കുർസിയിൽ സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്തിൽ ആകാശഭൂമികളെ പറ്റി പറഞ്ഞിട്ട് പറയാണ് വലാ യഊദുഹു ഹിഫ്ദുഹുമാ വഹുവൽ അലിയുൽ അദീം, ആ ആകാശഭൂമികളെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവുമല്ല എന്ന രീതിയിൽ കാണാം. ഇനി അള്ളാഹുവിന്റെ ശക്തിയെ അറിയിക്കുന്ന മറ്റു ചില കാര്യങ്ങളാണ് റിസ്ക് എന്നുള്ളത്. ഒരു അടിമകൾക്ക് ആവശ്യമായിട്ടുള്ള ഉപജീവനം എന്നുള്ളത് അത് പൂർണ്ണമായും അള്ളാഹുവിന്റെ കയ്യിലും അധികാരത്തിലുമാണ് എന്നുള്ളത് അള്ളാഹുവിന്റെ ശക്തിയെ അറിയിക്കുന്ന കാര്യമാണ്. നോക്കൂ, സൂറത്തു ശൂറയിലെ 19-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ് അല്ലാഹു ലതീഫും ബിഇബാദിഹി യർസുഖു മൻ യശാ വഹുവൽ ഖവിയ്യുൽ അസീസ്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് റിസ്ക് നൽകുന്നു, അവൻ ഖവിയ്യും അസീസുമാണ്. സൂറത്തു ദാരിയാത്തിലെ 58-ാമത്തെ ആയത്തിലും പറഞ്ഞു ഇന്നല്ലാഹ ഹുവർ റസാഖ് ദുൽ ഖുവ്വത്തിൽ മതീൻ, അള്ളാഹുവാണ് റിസ്ക് നൽകുന്നവൻ, എല്ലാവിധ ശക്തിയുള്ളവനും അള്ളാഹുവാണ്. ഇനി സൂറത്തുൽ കഹ്ഫിലെ തോട്ടക്കാരുടെ മുഅ്മിനായിട്ടുള്ള തോട്ടക്കാരുടെ സംസാരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നന്ദി കാണിക്കാത്ത, അഹങ്കാരം കാണിച്ച ആ തോട്ടക്കാരന്റെ എല്ലാം നശിച്ചു പോയ സന്ദർഭത്തിൽ മുഅ്മിനായ വ്യക്തി പറഞ്ഞ വാക്ക് നമുക്ക് കാണാം. സൂറത്തുൽ കഹ്ഫിലെ 39-ാമത്തെ ആയത്തിൽ വലൗല ഇദ് ദഖൽത ജന്നതക്, നിനക്ക് നിന്റെ തോട്ടത്തിൽ കയറിയ സന്ദർഭത്തിൽ നിനക്ക് പറയാമായിരുന്നില്ലേ
ഖുൽത മാ ഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ച എത്രയത്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയുമില്ല എന്ന് നിനക്ക് പറയാമായിരുന്നില്ലേ എന്ന് പറഞ്ഞത് കാണാം. അപ്പൊ എല്ലാവിധ റിസ്ക്കും അള്ളാഹുവിന്റെ ശക്തിക്ക് കീഴിലാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ അള്ളാഹുലേക്കല്ലാതെ രക്ഷ തേടിക്കൊണ്ട് മടങ്ങിച്ചെല്ലാൻ നമുക്ക് വേറൊന്നുമില്ല. മൽജവും മഞ്ചവുമായിട്ട് അള്ളാഹു അല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അള്ളാഹുവിന്റെ അടുക്കലേക്കല്ലാതെ നമ്മെ ബാധിക്കുന്ന ദോഷങ്ങളിൽ നിന്നോ ഉപദ്രവങ്ങളിൽ നിന്നോ രക്ഷയായിട്ട് അള്ളാഹുലേക്കല്ലാതെ മറ്റൊരാളിലേക്ക് നമുക്ക് മടങ്ങാനില്ല. അത് അള്ളാഹുവിന്റെ ശക്തിയെ അറിയിക്കുന്നതാണ്. അപ്പൊ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സൂറത്തു ദാരിയാത്തിലെ 50-ാമത്തെ ആയത്തിൽ, ഫഫിറൂ ഇലല്ലാഹ് ഇന്നി ലക്കും മിൻഹു നദീറും മുബീൻ. നിങ്ങൾ അള്ളാഹുലേക്ക് ഓടിയടുക്കി, അള്ളാഹുലേക്ക് ഓടിയടുക്കി. നിങ്ങൾക്ക് രക്ഷപ്പെടണോ, അള്ളാഹുലേക്ക് അടുക്കി, ഞാൻ നിങ്ങൾക്കുള്ള വ്യക്തമായിട്ടുള്ള താക്കീതുകാരൻ മാത്രമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാം. അപ്പോൾ നമുക്ക് മടങ്ങാനുള്ളത്, നമുക്ക് രക്ഷ തേടാനുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഇനി അള്ളാഹുവിന്റെ ഖുവത്തിനെ അറിയിക്കുന്ന, ശക്തിയെ അറിയിക്കുന്ന മറ്റൊരു കാര്യമാണ്, ഉദ്ദേശിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നവനാണ് അവൻ. ഫഅാലുൽ ലിമാ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അവൻ പ്രവർത്തിക്കും. ഒരാളും അള്ളാഹുവിനെ തോൽപ്പിക്കാനോ അള്ളാഹുവിനെ ചോദ്യം ചെയ്യാനോ ഒന്നും തന്നെയില്ല എന്നുള്ളത് അള്ളാഹുവിന്റെ ശക്തിയെ പൂർണ്ണമായി അറിയിക്കുന്നതാണ്. അള്ളാഹു തആല സൂറത്തുൽ അറാഫിലെ 54-ാമത്തെ ആയത്തിൽ പറഞ്ഞു, അലാ ലഹുൽ ഖൽഖു വൽ അംർ തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. അള്ളാഹുവിൻ്റെതാണ് സൃഷ്ടിപ്പ്, അള്ളാഹുവിൻ്റെതാണ് അതിലുള്ള തീരുമാനങ്ങളും അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹുവിനാണ് അതിന് അവകാശമുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് അതിന് അധികാരമുള്ളത്. അപ്പോൾ സൂറത്ത് യൂനുസിലെ 3-ാമത്തെ ആയത്തിനും അള്ളാഹു പറയുന്നുണ്ട്, യുദബ്ബിറുൽ അംർ മാ മിൻ ഷഫീഇൻ ഇല്ലാ മിൻ ബഅദി ഇദ്നിഹി. കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നവനാണ് എന്നുള്ളത് അള്ളാഹുവിന്റെ ഖുവത്തിനെ അറിയിക്കുന്നതാണ്. ഇനി അള്ളാഹുവിന്റെ ഈ ശക്തിയെ ഏറ്റവും നല്ല രീതിയിൽ വകവെച്ചു കൊടുക്കുന്ന, അതിനു മുമ്പിൽ കീഴൊതുങ്ങുന്ന കലിമത്തുൽ ഇസ്ലാം വൽ ഇസ്തിസ്ലാം എന്ന് പറയുന്ന ഒരു വാക്കാണ് ഹൗഖല അല്ലെങ്കിൽ ഹൗലഖ എന്ന് പറയുന്ന ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുന്ന വാക്ക്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ബിൻ ഖൈസിനോട് പറയുകയുണ്ടായി, യാ അബ്ദുല്ലാഹ് ബിൻ ഖൈസ് ഖുൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ഫഇന്നഹാ മിൻ കുനൂസിൽ ജന്ന. നീ പറയുക, ലാ ഹൗല, ഒരു കഴിവില്ല, ഒരു ശക്തിയുമില്ല, വലാ ഖുവത ഇല്ലാ ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു നന്മ എനിക്ക് ചെയ്യാനോ ഒരു തിന്മയിൽ നിന്ന് രക്ഷപ്പെടാനോ എനിക്ക് കഴിയില്ല, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. അള്ളാഹുവിന്റെ ഖുവത്തിനെ പൂർണ്ണമായി അംഗീകരിക്കുന്ന വാക്ക്. മറ്റൊരു ഹദീസിൽ അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, 7 കാര്യങ്ങൾ എൻ്റെ ഖലീൽ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ അറിയിച്ചു. അതിലൊന്ന് പറഞ്ഞത്, വഅമറനി അൻ ഉക്തിറ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ഫഇന്നഹുന്ന മിൻ കൻസിൻ തഹ്ത അൽ അർശ്. എന്നോട് ധാരാളമായി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയാൻ എന്നോട് കൽപ്പിച്ചു. അത് അർശിന് കീഴിലുള്ള നിധിയാണെന്ന് അറിയിക്കുകയും ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാം. അപ്പോൾ ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ള വാക്ക് അത്രയധികം അള്ളാഹുവിന്റെ ശക്തിയെ അംഗീകരിച്ചു കൊടുക്കുന്ന, ആ കഴിവിന് മുമ്പിൽ കീഴ്പ്പെടുന്ന കലിമത്തുൽ ഇസ്ലാമി വൽ ഇസ്തിസ്ലാം, അങ്ങേയറ്റത്തെ വിധേയത്വം കാണിക്കുന്ന, കാര്യങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് മടക്കുന്ന, എല്ലാ കഴിവും അള്ളാഹുവിനാണെന്ന് അംഗീകരിച്ചു കൊടുക്കുന്ന, ഏതൊരു ഗുണവും ഏതൊരു ലഭിക്കാനും ഏതൊരു ദോഷവും തടയാനും അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് അംഗീകരിക്കുന്ന ഒരു വാക്കാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ളത്. അതുകൊണ്ടാണ് തവക്കുൽ, യഥാർത്ഥത്തിൽ തവക്കുൽ ചെയ്യുന്നവൻ ഈ കലിമത്തിന്റെ ആശയത്തെയാണ് പൂർത്തീകരിക്കുന്നത്. അത് ചെയ്യാൻ സാധിക്കണമെങ്കിൽ, ഇപ്പൊ അള്ളാഹുവിൽ യഥാർത്ഥ രൂപത്തിൽ തവക്കുൽ ചെയ്യണമെങ്കിൽ അള്ളാഹുവിന്റെ ശക്തിയെയും കഴിവിനെയും മനസ്സിലാക്കണം. ഇപ്പൊ നമ്മളൊരു പെട്ടെന്നൊരു സ്ഥലത്തേക്ക് വലിയൊരു താഴ്ചയിൽ വീഴാൻ പോവുക വിചാരിക്കുക. അപ്പൊ 2 കയറുണ്ട്. അപ്പൊ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി പിടിക്കണമെങ്കിൽ അതിൽ ഏറ്റവും നമ്മെ താങ്ങി നിർത്താൻ ബലവത്തായിട്ടുള്ള കയറിലെ പിടിക്കുകയുള്ളൂ. അത് അറിഞ്ഞാലാണ് നമുക്കതിൽ പിടിക്കാൻ സാധിക്കുക. അള്ളാഹുവിനെ കുറിച്ച് അറിവില്ല എങ്കിൽ എങ്ങനെ അള്ളാഹുവിനെ തവക്കുൽ ചെയ്യാൻ സാധിക്കുക? അള്ളാഹുവിന്റെ ശക്തിയെ കുറിച്ച് അറിയില്ല എങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ അള്ളാഹുവിൽ വരമേൽപ്പിക്കാൻ സാധിക്കുക? അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ച് അറിയില്ല എങ്കിൽ എങ്ങനെയാണ് അള്ളാഹുവിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ സാധിക്കുക? അപ്പൊ അള്ളാഹു അൽ ഖവിയാണ്, അൽ മതീനാണ്. പരിപൂർണമായ അങ്ങേയറ്റത്തെ ശക്തിയും കഴിവും എല്ലാം ഉള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. അതറിയിക്കുന്ന കലിമത്താണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ളത്. ഈ നാമം മനസ്സിലാക്കുന്നതിലൂടെ ഒരാൾക്ക് ഏറ്റവും സാധിക്കുന്ന കാര്യം
പൂർണ്ണമായി അള്ളാഹുവിൽ ബരമേൽപ്പിക്കാനാണ്. സലഫുകളിൽ നിന്നുള്ളൊരു അസറിൽ കാണാം, മൻ സർറഹു അൻ യകൂന അഖ്വൻ നാസ്, ആർക്കെങ്കിലും ജനങ്ങളിൽ ഏറ്റവും ശക്തിമാനായി മാറണമെങ്കിൽ, അഥവാ ഹൃദയം കൊണ്ടുമെല്ലാം ദൃഢതയുള്ള ആളായി മാറണമെങ്കിൽ ഫൽയതവക്കൽ അലല്ലാഹ്, അവൻ അള്ളാഹുവിൽ ബരമേൽപ്പിക്കട്ടെ. ആരാണോ അള്ളാഹുൽ ബരമേൽപ്പിക്കുന്നത് അവനാണ് ഏറ്റവും ഖുവ്വത്തുള്ളവൻ. അവന് ഏറ്റവും എന്ത് പരീക്ഷണത്തിലും ഉറച്ചു നിൽക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയിൽ അവൻ ആയിരിക്കും. അതുകൊണ്ട് ഈ ഖവി മതീൻ എന്നുള്ള നാമം അള്ളാഹുവിൻ്റെ ശക്തിയെ നമ്മൾ മനസ്സിലാക്കി തരുന്ന, നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ട നാമങ്ങളാണ് അൽ ഖവി, അൽ മതീൻ എന്നീ നാമങ്ങൾ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.